السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين. ആദരണീയരായ ഉസ്താദന്മാർ, ഇൽമിന്റെ അഹ്ലുകാർ, മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂലാക്കി തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമ്മളെ സൃഷ്ടിക്കുമ്പോൾ ആ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ അല്ലാഹുവിനിക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ലക്ഷ്യം മനുഷ്യനെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക എന്നതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മലക്കുകളുടെ മുമ്പിൽ അള്ളാഹു ബഹുമാനിച്ചല്ല. എങ്ങനെയാ ബഹുമാനിച്ചത്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാ തരം അറിവുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. സൂറത്തു റഹ്മാന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ, അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ. റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അവിടെ പറയുമ്പോൾ ഖുർആൻ പഠിപ്പിച്ചു എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെയാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്നുള്ള പറയുന്നത്. ശരിക്കും നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പേ നമുക്ക് അള്ളാഹു തആല വിവരം തന്ന ഇല്ലല്ല. ജനിച്ച് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് അള്ളാഹു തആല അറിവ് തന്നെ. പക്ഷെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം തന്നെ മനുഷ്യനെ ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ഖലഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഓർഡർ മാറ്റിയിട്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? മുഫസ്സിരിങ്ങൾ മുഴുവനും പറഞ്ഞു, ലിഅന്ന തഅലീമ സബബുൽ ലീജാദിഹി വ ഖൽഖിഹി. ആദ്യം കാരണം അല്ല പറഞ്ഞതാണ്. എന്തിനാണ് മനുഷ്യനെ അല്ല ഉണ്ടാക്കുന്നത്, എന്നിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയതിനെ പറ്റി പറയാം. മനുഷ്യരെ അല്ലാഹു തആല ഉണ്ടാക്കുന്നതിന്റെ കാരണം അത് അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കലാണ്. മനുഷ്യർക്ക് വിവരം ഉണ്ടാക്കി കൊടുക്കലാണ് അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു മുന്നിൽ കാണുന്ന കാരണം. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യനെ പഠിപ്പിക്കുക എന്നതാണ് പടച്ചോന്റെ ഉദ്ദേശം. പക്ഷെ നമ്മളെ പഠിക്കാൻ കിട്ടുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇസ്ലാം മതം കാലിക പ്രസക്തമാണ്, ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാണ്. പക്ഷേ പഠനം വേണ്ടതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നടക്കാത്തത് കൊണ്ട് ഓരോ നാട്ടു നടപ്പുകളും അന്ധവിശ്വാസങ്ങളും എല്ലാം ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പൊ നേരത്തെ സലാം ഉസ്താദ് എന്നോട് പറഞ്ഞു, മറ്റേ ഒരാൾ മരിച്ചാല് ആ മരിച്ച ആളുടെ ഡ്രസ്സ് ആ വീട്ടുകാർ പിന്നെ തീരെ ഉപയോഗിക്കൂല. ഒന്നിരിക്കൽ അതിനെ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടുക, അല്ലെങ്കിൽ കത്തിച്ചൊഴിവാക്കാം. മരിച്ചാൽ തന്നെ വിളിച്ചു ചോദിക്കും ഉസ്താദിനോട്, ഉസ്താദ് മരിച്ചാൽ ഡ്രസ്സ് എന്താ ചെയ്യേണ്ടത്? കുഴിച്ചു മൂടലാ കത്തിക്കലാണ്. അതായത് അവരെ മനസ്സിൽ അങ്ങനെ ഉറച്ചുപോയി അത് ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഏതായാലും ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതെന്നാണ് ഓരോ വിശ്വാസം. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞ മരിച്ചുപോയ ആളുടെ ഡ്രസ്സാ അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച ഏതെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ ഇല്ലല്ല. മരിച്ച ആളുടെ അയാൾ ഉപയോഗിച്ചിരുന്നതും അല്ലാത്തതുമായ അയാളുടെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ സാധനങ്ങളും തെരിക്കത്ത് അനന്തരാവകാശത്തിന്റെ കൂട്ടത്തിൽപ്പെടുത്തും. അത് അയാളുടെ ബാക്കിക്കാരായ വാരിസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നല്ല. ഞാൻ നേരത്തെ സലാം ഉസ്താദ് പറഞ്ഞത് നമ്മളെ മറ്റേ ഗനീമത്തിനെ പറ്റി പറയുന്നിടത്ത് പറഞ്ഞല്ല, ഒരു യുദ്ധം നടന്നാല് ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷം യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ, ശത്രുക്കളായ ആളുകളുടെ, അവിശ്വാസികളായ ആളുകളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ വസ്തുക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളെ ഫിഖിന്റെ കിതാബിൽ ചർച്ചയുണ്ട്. മുസ്ലിം പക്ഷവും ശത്രുപക്ഷവും യുദ്ധം നടന്നു. യുദ്ധത്തിൽ ശത്രുക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ
അവരെ നാട്ടിലുള്ള എല്ലാ സ്വത്തുക്കളും അവരെ വീടും മറ്റതൊക്കെ മുസ്ലിമീങ്ങൾക്ക് ഗനീമത്താണ്. അതിനെ ഭരണാധികാരി വിതരണം ചെയ്തിട്ട് കൊടുക്കണം എന്നാണ്. ഈ കൊല്ലപ്പെട്ടയാളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ, അയാൾ ശരീരത്തിൽ ആഭരണം അണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഭരണങ്ങൾ, അതിന് സലബ് എന്നാ പറയാ, ഊരിയെടുത്ത സാധനങ്ങൾ, അതെന്താ ചെയ്യണ്ടേ? അതുകൊണ്ട് കുഴിച്ചുമൂടണം എന്നാ പറഞ്ഞേ, കുഴിച്ചുമൂടണം എന്നല്ല പറഞ്ഞേ. അതിന് ആദ്യം തന്നെ ആരാണോ അയാളെ കൊന്നത് അയാൾ കൂരി കൊടുക്കണം, അത് അയാൾക്ക് മിൽക്കാണ്. അബൂജാലിനെ ഒരാൾ വെട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ അബൂജാലിന്റെ ഡ്രസ്സ് കൊണ്ടിട്ട് കുഴിച്ചുമൂടലല്ല, അബൂജാലിന്റെ ഡ്രസ്സ് അത് ഗനീമത്താണ്. അത് കൊന്ന ആർക്ക് കിട്ടും? ഖാത്തിലിന് കിട്ടും. അങ്ങനെ കൊല്ലപ്പെട്ട ആളുകളിൽ നിന്ന് ഊരിയെടുത്ത വസ്തുക്കൾ ആദ്യം തന്നെ കൊന്നയാളുകൾക്ക് കൊടുത്ത് ബാക്കിയുള്ള സ്വത്തുക്കളാണ് എന്തിന് വെക്കേണ്ടത്? യോദ്ധാക്കൾക്കിടയിൽ, പോരാട്ടത്തിനിറങ്ങിയ പട്ടാളക്കാർക്കിടയിൽ വിതരണം ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത്. അപ്പോ മരിച്ചത് അവിശ്വാസിയാണെങ്കിൽ വരെ അവന്റെ ഡ്രസ്സ് കുഴിച്ചു മൂടണമെന്നോ, അവനെ കൊണ്ടുപോയി കുഴിച്ചു മൂടുമ്പോ ഡ്രസ്സും കൂടെ അതിന്റെ കൂടെ അടക്കണം ചെയ്യണമെന്നോ അങ്ങനെയല്ല പറഞ്ഞത്. അത് ഊരിയെടുത്തിട്ട് ആർക്ക് ഉപയോഗിക്കാം? ബാത്തിലായ മുസ്ലിമിന് ഉപയോഗിക്കാം. അപ്പൊ അതെല്ലാം ചില അന്ധവിശ്വാസങ്ങളാണ്. ഞാൻ എന്നോട് ആരോ ചോദിച്ചു, പിന്നെ തലയിൽ പല്ലി വീണാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. തലയിൽ പല്ലി വീണാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അത് കിതാബിൽ എന്തെങ്കിലും പ്രശ്നം പറയുന്നുണ്ടോന്ന ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു, എൻ്റെ തലയിൽ ഇതുവരെ പല്ല് വീണിട്ടില്ല, വീണ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞു. അല്ലാതെ പിന്നെ എനിക്ക് എന്താ മറുപടി പറയുന്നത്? അപ്പൊ ഇങ്ങനെ ഓരോ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ വെച്ച് നടക്കുക. എന്നിട്ട് അതെല്ലാം ഇസ്ലാമിന്റെ പേരിൽ ചെലവാക്കുക. ഇതെല്ലാം ഇസ്ലാം പറഞ്ഞതാണ്. ഇസ്ലാം അന്ധവിശ്വാസത്തെ പൂർണ്ണമായി ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച മതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു വഫാത്തായ ദിവസം ഗ്രഹണം ബാധിച്ചു. ഗ്രഹണം ബാധിച്ചപ്പോൾ ആളുകളെല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങിയതാ, നബി തങ്ങളുടെ മകൻ മരിച്ചതിന്റെ പേരിൽ ഗ്രഹണം ബാധിച്ചിട്ടുണ്ട്, അത്ഭുതം എന്നിങ്ങനെ പറഞ്ഞടക്കാൻ തുടങ്ങി. നബി തങ്ങൾ എന്താ പറഞ്ഞ? ഗ്രഹണം ബാധിക്കുന്നത് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുന്നത് ഒരാൾ ജനിച്ചതിന്റെ പേരിലും അല്ല, മരിച്ചതിന്റെ പേരിലും അല്ല. അങ്ങനെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസം. മറിച്ച് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ ആയത്താനി മിൻ ആയാത്തില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ്, പ്രതിഭാസമാണ്. അത് കാണുമ്പോൾ നിങ്ങൾ അല്ലാഹുവിനെ കൂടുതൽ ദുആ ചെയ്തും നിസ്കരിച്ചൊക്കെ ശുക്ർ ചെയ്തൊക്കെ അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കണം എന്ന നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിച്ച മതല്ലേ ഇസ്ലാം. അപ്പൊ ഈ വിവരമില്ലായ്മ പല അന്ധവിശ്വാസങ്ങളും ഉണ്ടാക്കി തീർക്കും. അതുകൊണ്ട് ശരിക്കും പഠിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇവർക്കാണ് ഇങ്ങനത്തെതെല്ലാം കുറച്ച് കൂടുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്ത്രീകളെ മാത്രം കരുതിയിട്ട് പ്രത്യേകം ചില ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ തന്നെ ഒരധ്യായം കാണാം, ബാബു തഅലീമിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തഹു മിനർ റിജാലി വൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്ത്രീകളെയും പുരുഷന്മാരെയും പഠിപ്പിച്ചതിനെ പറ്റി പറയുന്ന അധ്യായം. നബി തങ്ങളുടെ പഠിപ്പിക്കൽ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ സ്റ്റേജെല്ലാം കെട്ടി പീഠെല്ലാം വെച്ച് മാറ്ററെല്ലാം റെഡിയാക്കി അങ്ങനെയുള്ള പ്രസംഗങ്ങളല്ല. സാഹചര്യത്തിനനുസരിച്ച് നബി തങ്ങൾ എഴുന്നേറ്റിട്ട് സ്വഹാബത്തിനെ ഉത്ബോധനം ചെയ്യും. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഒരുങ്ങി തയ്യാറായി സ്ത്രീകളെ ഒരുമിച്ച് കൂട്ടി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത ഹദീസാണ് ബുഖാരി ഇമാം ഇവിടെ ഉദ്ധരിക്കുന്നത്. അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നബിയെ ദഹബ റിജാലു ബിഹദീസിക. തങ്ങൾ ഇടക്കിടക്ക് ഒരു അറിവ് ഇങ്ങനെ പറയുമല്ലോ, നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവിനാണ് ഹദീസ് എന്ന് പറയാം. തങ്ങളെ ഹദീസ് ഇതാ പുരുഷന്മാർ കൊണ്ടുപോയി, അവർക്ക് വേണ്ടത്ര തങ്ങളെടുത്ത് വന്നിട്ട് ഹദീസ് പഠിക്കാൻ അവസരമുണ്ട്. അവരാണ് നബി തങ്ങളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവര്, അവരാണ് ജുമാ ജമാഅത്തിൽ പങ്കെടുത്ത് അതിനുശേഷം പറയുന്ന ഹദീസുകൾ മറ്റൊക്കെ കേൾക്കുന്നവര്. ഞങ്ങൾക്ക് അതിനൊന്നും അവസരമില്ലല്ലോ നബിയെ. അതുകൊണ്ട് ഫജഅൽ ലനാ മിൻ നഫ്സിക യൗമൻ നഅതീക ഫീഹി തുഅല്ലിമുനാ മിമ്മാ അല്ലമകല്ലാഹ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം സ്പെഷ്യലായിട്ടൊരു വനിതാ ക്ലാസ് സംഘടിപ്പിക്കണം. എന്നിട്ട് ആ ക്ലാസ്സിൽ അള്ളാഹു തങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ള അറിവുകളെല്ലാം തങ്ങൾ സ്ത്രീകളായ ഞങ്ങൾക്കും പഠിപ്പിച്ചു തരണം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഇജ്തമിഅന ഫീ യൗമിൻ കദാ വകദാ ഫീ മകാനിൻ കദാ വകദാ. നബി തങ്ങൾ ഏത് സ്ഥലത്താണ് എന്ന ലൊക്കേഷനും പറഞ്ഞു കൊടുത്തു.
ഡേറ്റ് ഏതാണെന്നും പറഞ്ഞു കൊടുത്തു. നമുക്ക് ഇന്ന ഡേറ്റിൽ ഇന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ക്ലാസ് സംഘടിപ്പിക്കാം, നിങ്ങൾ ആ സമയത്ത് ആ സ്ഥലത്ത് ഒരുമിച്ച് കൂടിക്കോളൂ. അങ്ങനെ സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ സ്ത്രീകളുടെ അടുത്തേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് നബി തങ്ങൾക്ക് സ്ത്രീകൾക്ക് ആവശ്യമുള്ള ക്ലാസ് എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ കൂട്ടത്തിൽ അന്ന് ഒരുപാട് അറിവുകൾ നബി തങ്ങൾ സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതെല്ലാം പിന്നീട് ഒരു ഹദീസായിട്ട് ഉദ്ധരിച്ചിട്ട് ഇന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസാണ് മാ മിൻകുന്ന ഇംറാത്തുൻ തുഖദ്ദിമു ബൈന യദൈഹാ മിൻ വലദിഹാ സലാസത്തുൻ ഇല്ലാ കാന ലഹാ ഹിജാബൻ മിനൻ നാർ. അന്നത്തെ ക്ലാസ്സിൽ നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അത് സ്വഹാബി വനിതകൾ ബൈഹാർട്ട് ചെയ്തു, അവര് പിൻതലമുറക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ നമുക്കിത് ഹദീസായിട്ട് ഇപ്പൊ പഠിക്കാൻ അവസരം ഉണ്ടായി. എന്താ നബി തങ്ങൾ അന്ന് പഠിപ്പിച്ചു കൊടുത്ത പ്രധാന ഒരു വിഷയം? ഒരാൾ മരിക്കുന്നതിന് മുമ്പേ അയാളെ 3 മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ 3 മക്കൾ അയാൾക്ക് നരകത്തിൽ നിന്ന് ഹിജാബാണ്. ആ 3 മക്കളുടെ കാരണം കൊണ്ട് അയാൾ നരകത്തിൽ പോകൂലാന്ന്. അപ്പൊ ആരോ സംശയം ചോദിക്കുന്നുണ്ട്, പെണ്ണുങ്ങളായതുകൊണ്ട് സംശയം ചോദിക്കാതിരുന്നിട്ടില്ല. നബിയെ, 2 ആളുകളാണ്, 2 മക്കളാണ് ഈ രക്ഷിതാക്കൾ മരിച്ചു പോകുന്നതിന് മുമ്പേ മരിച്ചതെങ്കിൽ അവർക്കും നരകത്തിൽ നിന്ന് ആ 2 കുട്ടികൾ ഹിജാബായി മാറുവോ? നബി തങ്ങൾ പറഞ്ഞു, വസ്നൈനി വസ്നൈനി വസ്നൈനി. 2 ആളുകളാണ് നമ്മൾക്ക് മുമ്പേ മരിച്ചു പോയതെങ്കിലും അവർ നമുക്ക് നരകത്തിൽ നിന്ന് ഹിജാബാണ്. ചില ഹദീസിലുണ്ട്, നമ്മുടെ മക്കളെ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടിയാണ് നമുക്ക് മുമ്പേ മരിച്ചു പോയതെങ്കിലും ആ കുട്ടി മരിച്ചതിന്റെ പേരിൽ നമ്മൾ പൂർണ്ണമായി ക്ഷമ കൈകൊണ്ടു, നമ്മൾ അക്ഷമ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടി നമുക്ക് നരകത്തിൽ നിന്ന് ഹിജാബാണ്. ആ കുട്ടി മതി നമ്മൾ നരകത്തിൽ പോവാതെ സ്വർഗത്തിൽ പോകാൻ. ശഫീഉനാ റസൂലുള്ളാഹി. അപ്പൊ സ്ത്രീകൾക്ക് സ്പെഷ്യൽ ക്ലാസുകൾ നബിതങ്ങളുടെ കാലത്ത് നടന്നിരുന്നു. ഇന്നും ചില നാടുകളിലൊക്കെ ഉണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരയാ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രത്യേക ഒരു സമയം തിരഞ്ഞെടുത്തിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നാട്ടിലെ ഖത്തീബ് ഉസ്താദിന്റെ ഒരു ക്ലാസ്. നല്ല പരിപാടിയാണത്. നബിതങ്ങൾ അന്ന് മദീനയിൽ തുടക്കം കുറിച്ചതാണ്. ഇനി സ്ത്രീകൾക്ക് അവരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, അത് പഠിക്കൽ നിർബന്ധമാണെന്നാണ്. ഫാത്തിഹ പഠിക്കല്, അത്തഹിയാത്ത് പഠിക്കല്, നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊക്കെ പഠിക്കുക, അത് സ്ത്രീകൾക്ക് എന്നല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നിർബന്ധമാണ്. സ്ത്രീകളെ പ്രത്യേകം ബാധിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അത് സ്ത്രീകൾ പഠിക്കൽ നിർബന്ധമാണ്. അത് നമ്മുടെ ഫുഖഹാക്കൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞത്? ഹൈള്, മെൻസസ്, അതേപോലെ തന്നെ നിഫാസ്, പ്രസവരക്തം, ഇസ്തിഹാലത്ത്, ബ്ലീഡിങ്, ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നിടത്ത് പണ്ഡിതന്മാർ പ്രത്യേകം പറയുന്നുണ്ട്, സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കൽ അവർക്ക് നിർബന്ധമാണ്. ലോകത്തുള്ള എല്ലാ അറിവും കൂടി നമ്മൾ പഠിച്ചിരിക്കൽ നമുക്ക് നിർബന്ധം ഉണ്ടാകും? ഇല്ല. ഓരോ മുസ്ലിം പൗരനും എത്രയാണ് അറിവ് പഠിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവനവന്റെ ഇബാദത്ത് ശരിയാവാൻ ആവശ്യമുള്ള ഫർള് ഐനായ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് ഓരോരുത്തർക്കും ഫർള് ഐനാണ്. നിസ്കാരത്തിന്റെ ഷർത്ത്, ഫർള്, ഫാത്തിഹ, അത്തഹിയാത്ത്, നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ. അതേസമയം ഹജ്ജിനെ പറ്റിയും ഉംറയെ പറ്റിയും സക്കാത്തിനെ പറ്റിയും എല്ലാവരും പഠിച്ചേക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഹജ്ജിന് അവസരം കിട്ടി, അയാൾക്ക് ഹജ്ജിന് ഗവൺമെന്റ് വക ഹജ്ജ് പാസ്സായി കിട്ടി. അല്ലെങ്കിൽ ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞു, സ്റ്റോക്ക് എടുപ്പ് നടത്തി നോക്കുമ്പോൾ വിൽപ്പന എന്ന ഉദ്ദേശത്തിൽ വാങ്ങി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും മാർക്കറ്റ് റേറ്റ് കൂട്ടി നോക്കുമ്പോൾ 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തിനടുത്തുള്ള സാധനം അയാളുടെ കച്ചവട ഷോപ്പിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അയാൾ സക്കാത്തിനെ പറ്റി പഠിക്കണം. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? കാരണം അയാൾക്ക് സക്കാത്ത് നിർബന്ധമായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരും അവനവൻ നിലവിൽ ഏത് കാര്യവുമായിട്ടാണോ ഇടപെടുന്നത് അതുമായി ബന്ധപ്പെട്ട അറിവ് നേടുന്നത് ഫർള് ഐനാണെന്നാണ്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരായ നിഫാസിനെ പറ്റി പഠിച്ചിട്ടില്ലെങ്കിലും സ്ത്രീകൾക്ക് അവരെ പ്രത്യേകം ബാധിക്കുന്ന വിഷയങ്ങളാണ് ഹൈള്, നിഫാസ്, ഇസ്തിഹാലത്ത്, ഇതൊക്കെ. ഇതിനെ പറ്റിയൊക്കെ സ്ത്രീകൾ പഠിക്കുന്നത് ഫർള് ഐനാണ്. ഇയാനത്തു താലിബീൻ പറഞ്ഞു, യജിബു അലൻ നിസാഇ തഅല്ലുമു മാ യഹ്തജ്ന ഇലൈഹി മിൻ ഹാദൽ ബാബി വഗൈരിഹി. ആർത്തവം, അതേപോലെ തന്നെ പ്രസവരക്തം തുടങ്ങിയ സ്ത്രീകളെ പ്രത്യേകം ബാധിക്കുന്ന വിഷയങ്ങൾ എല്ലാ സ്ത്രീകളും പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. എങ്ങനെയാ പഠിക്കേണ്ടത്? ഒന്നിരിക്കല് അവളുടെ ഭർത്താവിനോട് ചോദിച്ചിട്ട് പഠിക്കണം.
അതിന് ഭർത്താവ് പണ്ഡിതനായിരിക്കണം. ഫഇൻ കാന നഹ്വു സൗജിഹാ ആലിമൻ ലസിമഹു തഅലീമുഹാ. ഒരു പെണ്ണിന്റെ ഭർത്താവ് പണ്ഡിതനാണെങ്കിൽ പണ്ഡിതനായ ഭർത്താവ് ആ സ്ത്രീക്ക് ആർത്തവവും നിഫാസും ഇസ്തിഹാലത്തും തുടങ്ങിയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കൽ നിർബന്ധം. ഇനി പണ്ഡിതനായ ഭർത്താവല്ല, ഭൂരിഭാഗവും ഇപ്പൊ മൊയ്ലാമാറന്നല്ല പുതിയാപ്പളമാരായിട്ടുണ്ടാവുക, സാധാരണക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവരെന്താ ചെയ്യണ്ടേ? ഫൽയസ്അൽഹ വയുഖ്ബിർഹാ. ഭർത്താവിനോട് ഭർത്താവ് അവൾക്ക് വേണ്ടിയിട്ട് പണ്ഡിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഭാര്യക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെ. അപ്പോ ഭാര്യക്ക് സാധാരണഗതിയിൽ 6-7 ദിവസം രക്തം വരുന്നതാണ്. ഒരു മാസം ആ പെണ്ണിന്റെ രക്തം 5 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് നിലച്ചു, രക്തം മുറിഞ്ഞു. അപ്പോ കുളിച്ച് നിസ്കാരം തുടങ്ങണോ വേണ്ടേ, അല്ലെങ്കിൽ 7 ദിവസക്കാലം വെയിറ്റ് ചെയ്യണോ വേണ്ടേ? സ്വാഭാവികമായിട്ടും പെണ്ണിന് സംശയമാവും. അപ്പൊ പണ്ഡിതനായ ഭർത്താവാണെങ്കിൽ ഭർത്താവിനോട് ചോദിച്ചാൽ ഭർത്താവ് പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? ഭർത്താവിനോട് ചോദിക്കുമ്പോൾ ഭർത്താവിന് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഭർത്താവ് നിർബന്ധമായും ഇതറിയുന്ന പള്ളിയിലെ ഖത്തീബിനെയോ മുദരിസിനെയോ, ഇനിയിപ്പോ അതിനൊന്നും ആവശ്യമല്ല, ഇപ്പോ ഏതെങ്കിലും ഉസ്താദ്മാർക്ക് ഫോൺ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞിരുന്നുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ആക്കിയാ പറഞ്ഞിരുന്നുണ്ട്. ഇപ്പൊ എന്നോട് കുറച്ചു ദിവസം മുമ്പ് ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ എന്നെ ചോദിച്ചു, അതായത് രാത്രി കുളി നിർബന്ധമായിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് വെള്ളം കിട്ടണമെങ്കിൽ രാവിലെ സ്വബഹി ബാങ്കിന് ശേഷമേ വെള്ളം വരുള്ളൂ. ഇപ്പൊ വെള്ളത്തിന് ഭയങ്കര ടൈറ്റ് ആണല്ലോ, പിന്നെ പഞ്ചായത്തിനും മറ്റൊക്കെ വെള്ളം വരുന്നതായിരിക്കും. അങ്ങനെ വരുമ്പോ രാവിലെ സമയത്തെ അവർക്ക് എന്ത് കിട്ടുള്ളൂ? വെള്ളം കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവർക്ക് നിയ്യത്ത് ചെയ്തിട്ട് നോമ്പെടുക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നോട് വിളിച്ചു ചോദിച്ചു. അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പൊ നമ്മളെ ഫിഖിന്റെ കിതാബിൽ മസലയുണ്ട്, പെണ്ണിനിക്ക് എന്ത് ചെയ്യാം? രാത്രി കുളി നിർബന്ധമായിട്ടുണ്ടെങ്കിലും രാത്രി തന്നെ കുളിക്കാതെ സ്വബഹി ബാങ്കിന് ശേഷം കുളിച്ചിട്ട് നോമ്പെടുക്കാം. എന്നാലും രാത്രി കുളിക്കാൻ അവസരമുണ്ടെങ്കിൽ ജനാബത്തുള്ളവരും ഹയദ് നിഫാസൊക്കെ നിലച്ചവർ രാത്രി കുളിച്ച് വൃത്തിയായിട്ട് നോമ്പിലേക്ക് കടക്കലാണ് സുന്നത്ത്. നമ്മുടെ കിതാബിൽ അതിന് പരിഹാരമുണ്ട്. അപ്പൊ ഇങ്ങനെ ഭാര്യമാർക്കൊരു വിഷയം വരുമ്പോ അത് ഭർത്താക്കന്മാര് നമ്മളോട് ചോദിച്ച് അത് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, അത് നിർബന്ധമാണ്, അത് ഭർത്താവിന്റെ ബാധ്യതയാണെന്നാണ് ഫിഖിന്റെ കിതാബിൽ പറയുന്നത്. ഇനി അങ്ങനെ ഭർത്താവ് ചോദിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിലോ പെണ്ണെന്നെ പോയിട്ട് പഠിക്കണം. അതേസമയം പെണ്ണ് നിർബന്ധമായ ഇൽമ അല്ലാത്ത ദിക്റിന്റെ സദസ്സുകളിലേക്കോ മറ്റോ പോകുന്നുണ്ടെങ്കിലോ അവിടെ ഭർത്താവിനോട് ചോദിക്കുകയും നാടിന്റെ അതിർത്തി വിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ മഹറമോ ഭർത്താവോ കൂടെ വേണം. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫിഖിന്റെ കിതാബിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. ഭാര്യമാർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ പണ്ഡിതന്മാരായ ഭർത്താവിനോട് ചോദിച്ചു പഠിക്കണം. ഭർത്താക്കന്മാർ ഇക്കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കി ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഈ ശരിക്കും നമ്മുടെ ആണുങ്ങളുമായി ബന്ധപ്പെട്ട മസലകളെക്കാൾ ഒരുപാട് ഡീപ്പായ ഉള്ളോട്ടി ഇറങ്ങി മനസ്സിലാക്കേണ്ട എത്രയോ മസലകൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതുണ്ട്. ഈ ബഹുഭാര്യത്വം ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല 9 എണ്ണം അല്ല 4-നെക്കാൾ കൂടുതൽ അല്ലാഹു തആല അനുവദിച്ചു കൊടുത്തല്ലോ. അപ്പൊ സാധാരണ ഒരു മുസ്ലിമായ വ്യക്തിക്ക് ഒരേ സമയം 4 ഭാര്യമാരെ പറ്റുള്ളൂ. 4 ഭാര്യമാർ ഒരേ സമയം പറ്റും. അതിനപ്പുറം ഒരേ സമയം ഭാര്യമാരായി വെച്ച് പുലർത്താൻ പാടില്ല എന്ന്. നബിതങ്ങൾക്ക് അങ്ങനത്തെ കണ്ടീഷൻ ഇല്ല. 4-ലേറെ ഭാര്യമാർ ഒരേ സമയം നബിതങ്ങൾക്ക് പറ്റും. അതിന് പല കാരണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ തുഹ്ഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ഒരു കാരണം എന്താ അറിയോ? ഈ നബിതങ്ങൾക്ക് ഒരുപാട് ഭാര്യമാരെ ഒരേ സമയം വെച്ചു പുലർത്താൻ അവസരം കൊടുത്തത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്വകാര്യ മസലകൾ ഒരുപാട് കൂടുതലാണ്. അത് 1 ഭാര്യയെ കൊണ്ടോ 2 ഭാര്യയെ കൊണ്ടോ 3 ഭാര്യയെ കൊണ്ടോ 4 ഭാര്യയെ കൊണ്ടോ നബിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കി മനഃപ്പാടമാക്കി തലമുറയിലേക്ക് കൈമാറാൻ പറ്റില്ല. കാരണം അതിനു മാത്രം സ്വകാര്യ മസലകളുണ്ട്. അപ്പൊ നബിതങ്ങൾക്ക് 9 ഭാര്യമാരുണ്ടെങ്കിലേ ഒരു ഭാര്യ മനസ്സിലാക്കാത്തത് മറ്റൊരു ഭാര്യ നബിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറക്ക് കൈമാറും. അപ്പോ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്വകാര്യ കാര്യങ്ങൾ പഠിക്കാനും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറാനും ഒരുപാട് സ്ത്രീകൾ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് 4-ലേറെ ഭാര്യമാരെ ഒരേ സമയം വെച്ചു പുലർത്താൻ അവസരം കൊടുത്തിട്ടുള്ളത്.
നബിതങ്ങൾ കുറെ പെണ്ണിട്ടത് കൊണ്ട് നബിതങ്ങൾ എന്താക്കും, ഒരു സ്ത്രീ ലംബടൻ, പെണ്ണുങ്ങളോട് വലിയൊരു ആഗ്രഹവും താല്പര്യമുള്ള ആളാക്കി നബിതങ്ങളെ മാറ്റാറുണ്ട്. ചില യുക്തിവാദികളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നബിതങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുഭാര്യത്വം അനുവദിച്ചു കൊടുത്തതിൽ ഒരുപാട് സിറുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സിറാണ് ഞാൻ പറഞ്ഞത്. എന്താ? സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്വകാര്യമായ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളെ ബാധിക്കുന്നതുണ്ട്. അതെല്ലാം കൂടി ഒരു ഭാര്യക്ക് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അടുത്ത തലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അതിന് മാത്രമുണ്ട്. അപ്പൊ ഒരുപാട് ഭാര്യമാരുണ്ടെങ്കിൽ ഒരു സ്ത്രീ പഠിക്കാത്തത് മറ്റൊരു സ്ത്രീ പഠിച്ചിട്ട് അടുത്ത തലമുറക്ക് എത്തിച്ചു കൊടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു മസ്ലഹത്ത് കണ്ടതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങൾക്ക് ബഹുഭാര്യത്വം അംഗീകരിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, മിഷ്കാത്തോതിയ കുട്ടികൾക്ക് കാണാം, സ്വഹാബത്തിനിടയിൽ നബിതങ്ങളെ വഫാത്തിന് ശേഷം എന്ത് ഇഷ്കാൽ വന്നാലും എന്ത് ഡൗട്ട് വന്നാലും നേരെ സ്വഹാബത്ത് ചെന്നിരുന്നത് എവിടേക്കാ? ആയിഷ ബീവിയുടെ അടുത്തേക്കാം. ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മാ അഷ്കല അലൈനാ സ്വഹാബ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുൻ ഖത്ത് ഫസഅൽനാ ആയിഷത ഇല്ലാ വജദ്നാ ഇൻദഹാ മിൻഹു ഇൽമാ. നബിതങ്ങളുടെ സ്വഹാബത്തായ ഞങ്ങൾക്ക് നബിതങ്ങളുടെ വഫാത്തിന് ശേഷം ഏതൊരു വിഷയത്തിൽ സംശയം വന്നിട്ടുണ്ടെങ്കിലും ആ വിഷയത്തിലെ സംശയം തീർക്കാൻ ആയിഷമ്മന്റെ അടുത്തേക്ക് ഞങ്ങൾ ചെന്നാൽ പരിഹാരം കിട്ടാതെ തിരിച്ചു വരേണ്ടി വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഷയങ്ങളെ പറ്റിയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പിൻതലമുറക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രാപ്തയായിരുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതിന് മാത്രം പഠിക്കാനുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നോമ്പുമായി ബന്ധപ്പെട്ട് സ്ത്രീകളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, അതുപോലെ സകാത്തുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സ്ത്രീകളെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ, അത് മാത്രം ഉണർത്തിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ ക്ലാസ് അവസാനിപ്പിക്കണം. ഒരു അരമണിക്കൂറും കൂടിയേ പറയുള്ളൂ. നോമ്പ് ശരിയാവാനുള്ള പ്രധാന കണ്ടീഷനാണ് നഖാ, ശുദ്ധി എന്ന് പറയും. അതായത് ഹൈദ് നിഫാസ് ഉള്ള സ്ത്രീകൾ നോമ്പെടുത്താൽ നോമ്പ് ശരിയല്ല എന്നല്ല, ഹൈദ് നിഫാസ് ഉള്ള സ്ത്രീകൾ നോമ്പെടുക്കുന്നത് ഹറാമാണ്. എപ്പോഴാണ് നോമ്പായി മാറുക? ഒന്ന് നിയ്യത്ത് വെക്കണം രാത്രി, മറ്റൊന്ന് പകൽ സമയത്ത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നിയന്ത്രണം പാലിക്കണം, അപ്പോഴാണ് നോമ്പാവുക. ഹൈദ് നിഫാസ് ഉള്ള സ്ത്രീകൾ ഈ രണ്ട് കണ്ടീഷനും ഒത്ത് നോമ്പെടുക്കുന്നത് ഹറാമാണ്. അതായത് നമ്മളൊക്കെ രാത്രി നിയത്ത് വെക്കുന്നത് പോലെ ഹൈദ് നിഫാസ് ഉള്ള സ്ത്രീ രാത്രി നിയത്ത് വെക്കുകയും ചെയ്തു, പകലിൽ നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിയന്ത്രണം പാലിക്കുകയും ചെയ്തു. എന്നാൽ ആ നോമ്പ് ശരിയാവൂല എന്ന് മാത്രമല്ല മനസ്സിലാക്കേണ്ടത്, അത് ഹറാമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേസമയം പെണ്ണ് രാത്രി നിയ്യത്തൊന്നും വെച്ചിട്ടില്ല, പക്ഷേ ഓള് നമ്മളെ പോലെ തന്നെ അത്താഴത്തിന് എണീച്ചിട്ട് ഭക്ഷണം കഴിച്ചു, പിന്നെ പകൽ സമയത്തൊന്നും തിന്നിട്ടില്ല. എന്തുകൊണ്ട് തിന്നില്ല? ഒന്നിരിക്കൽ ഭക്ഷണം തീർന്നു പോയി, അത്താഴത്തിന് തീർന്നു, ഇനിയിപ്പോ നോമ്പ് തുറക്കാനേ ഫുഡ് ഉണ്ടാക്കുള്ളൂ, അല്ലെങ്കിൽ ഭക്ഷണം വേണ്ടത്ര ഉണ്ട്, എനക്ക് നോമ്പില്ല മെൻസസ് ആണ് എന്ന് നാട്ടുകാരെ മുഴുവനും അറിയിക്കണ്ടല്ല എന്ന ധാരണയിൽ ഭക്ഷണം ഉണ്ടായിട്ടും തിന്നില്ല, അത് പ്രശ്നമുണ്ട് എന്നല്ല പറഞ്ഞത്. നിയ്യത്ത് വെച്ചിട്ട്, നോമ്പുകാരെ പോലെ നിയ്യത്ത് വെച്ചിട്ട് പകൽ സമയത്തിൽ ഭക്ഷണം പാനീയങ്ങൾ ഒഴിവാക്കി സ്ത്രീകൾ നോമ്പുകാരെ പോലെ തുടരുന്നത് അതിന്റെ വിധി ഹറാമാണ്. അത് വെറും നോമ്പിന്റെ മസല മാത്രമല്ല. ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ രക്തം വന്നുകൊണ്ടിരിക്കെ ഉളു എടുക്കുന്നതും കുളിക്കുന്നതും നിയ്യത്ത് ചെയ്തിട്ടാണെങ്കിൽ അത് ഹറാമാണെന്ന മസല. ഇത് പല സ്ത്രീകൾക്കും അറിയില്ല. ഹൈദുള്ള സമയത്തും രാത്രി കിടന്നുറങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്തിട്ട് ഉളു എടുത്തിട്ടാ പല പെണ്ണുങ്ങളും ഉറങ്ങുക, അത് ഹറാമാണ്. അങ്ങനെ ആർത്തവ സമയം, പ്രസവ രക്തം സ്രവിക്കുന്ന സമയം, ഈ രണ്ട് സമയങ്ങളിലും സ്ത്രീകൾ നിയ്യത്ത് ചെയ്തിട്ട് ത്വഹാറത്ത് വരുത്താൻ പാടില്ല. അതേസമയം ഉറങ്ങുമ്പോൾ എപ്പോഴും നിയ്യത്ത് ചെയ്തിട്ട് ഉളു എടുക്കുന്നതാണ്. ഹൈദ് നിഫാസുള്ള സമയത്ത് നിയ്യത്ത് വെച്ചിട്ടില്ല, പക്ഷെ കൈകാല് കൈ വൃത്തിയാക്കി, അതിന് പ്രശ്നമല്ല. കുളിയും അങ്ങനെ തന്നെ, രക്തം വന്നുകൊണ്ടിരിക്കുക സ്ത്രീകള് നിയ്യത്ത് ചെയ്തിട്ട് കുളിക്കാൻ പാടില്ല എന്നാണ്. അതിൽ നിന്ന് ചില കുളികൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പെരുന്നാൾ കുളി ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്കും നിയ്യത്ത് ചെയ്തിട്ട് കുളിക്കൽ സുന്നത്താണ്.
അല്ലെങ്കിൽ ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ ഒരു 4 കുളികൾ വരുന്നുണ്ട് ഇഹ്റാമിന് മുമ്പ്. ഇങ്ങനെ ഈ 4 കുളികളും ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്കും നിയത്ത് ചെയ്തിട്ട് കുളിക്കാന്ന. ഇങ്ങനെയുള്ള ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്ക് ഈ ഹജ്ജുംറയുമായി ബന്ധപ്പെട്ടതും പെരുന്നാളുമായി ബന്ധപ്പെട്ട കുളിയുമല്ലാത്ത മറ്റുള്ള ഒരു കുളിയും നിയത്ത് ചെയ്തിട്ട് കുളിക്കാൻ അനുവാദമില്ല, അത് ഹറാമാണ്. അതേസമയം ഹൈദ് നിലച്ചു, നിഫാസ് നിലച്ചു, കുളിച്ചിട്ടില്ല, കുളിക്കുന്നതിന് മുമ്പായിട്ട് അവർ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഹൈദ് നിഫാസുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, നമ്മളും ജനാബത്തായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകൾ ജനാബത്തായിട്ടുണ്ടെങ്കിൽ, ജനാബത്താവലപ്പുള്ള ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ ജനാബത്താവും, അല്ലെങ്കിൽ സ്വപ്നസ്ഖലനം ഉണ്ടായാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ മനി പുറത്തു വന്നാൽ ജനാബത്ത് ഉണ്ടാവും. ജനാബത്ത് ഉണ്ടായിട്ട് കുളിക്കുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉദ്ദേശിച്ചാൽ അവർക്ക് വുളു എടുക്കൽ സുന്നത്തുണ്ട്. വുളു ഇല്ലാതെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യൽ കറാഹത്തുണ്ട്. അതെപ്പോ? രക്തം നിലച്ചിട്ട് കുളിക്കുന്നതിന് മുമ്പാണ്. രക്തം വന്നുകൊണ്ടിരിക്കെ കുളിക്കുന്നതിന്റെയും വുളു എടുക്കുന്നതിന്റെയും വിധി ഹറാമാണ്. അതുപോലെ തന്നെയാണ് രക്തം വന്നുകൊണ്ടിരിക്കെ സ്ത്രീകൾ നിയത്ത് ചെയ്തിട്ട് നോമ്പുകാരെ പോലെ നിയന്ത്രണം പാലിക്കുന്നത് ഹറാമാണ്. അതേസമയം ഒരു സ്ത്രീക്ക് രാത്രി രക്തം നിലച്ചു, ഹൈദ് നിലച്ചു, പക്ഷേ അവൾ നേരത്തെ പറഞ്ഞ മാതിരി വെള്ളം കിട്ടുന്നത് സുബഹി ബാങ്കിന് ശേഷം, അപ്പൊ കുളി സുബഹി ബാങ്കിന് ശേഷം കുളിക്കാൻ തീരുമാനിച്ചു, എന്നാലും അവർക്ക് നിയത്ത് ചെയ്തിട്ട് നോമ്പെടുക്കുന്നതിന് തടസ്സമല്ല. അപ്പൊ ചില സ്ത്രീകൾക്കൊക്കെ ചിലപ്പോ സുബഹി ബാങ്കിന് തൊട്ടുമുമ്പുള്ള സമയത്തായിരിക്കും രക്തം പൂർണ്ണമായിട്ട് നിലക്കുക. അപ്പൊ പിന്നെ അവിടെ കുളിക്കാനേ സമയം ഉണ്ടാവില്ല. അതിന്റെ പേരിൽ നോമ്പ് ഒഴിവാക്കാൻ പറ്റൂല. അവര് നിർബന്ധമായിട്ട് നിയത്ത് ചെയ്യണം, നോമ്പെടുക്കണം. കുളി സുബഹി നിസ്കാരത്തിന് മുമ്പാക്കിയാലും മതിയാവും. എന്നാലും രാത്രി കുളിക്കാൻ അവസരമുള്ളവർ ജനാബത്ത് ഉണ്ടായതിന്റെ പേരിലോ ഹൈദ് രക്തവും നിഫാസ് രക്തവും നിലച്ചതിന്റെ പേരിലോ രാത്രി തന്നെ കുളിച്ച് വൃത്തിയായി നോമ്പിലേക്ക് പ്രവേശിക്കലാണ് സുന്നത്ത്. ഇനി അവിടെ രക്തം നിലച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പഞ്ഞി വെച്ച് നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതൊന്നും ഈ കുട്ടികൾക്ക് തിരിയില്ല, അവർക്ക് തരേണ്ട ആവശ്യമില്ല. നമ്മുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അത് പറയുന്നുണ്ട്. ഒരു പെണ്ണ് രാത്രി രക്തം നിലച്ചോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പഞ്ഞി വെച്ചു. യഥാർത്ഥത്തിൽ അവളുടെ രക്തം നിലച്ചിരുന്നു. പക്ഷെ ആ പഞ്ഞ് അവൾ പുറത്തെടുത്തത് സുബഹി ബാങ്കിന് ശേഷമാണ്. അങ്ങനെയാണെങ്കിൽ അത് നോമ്പിനെ മുറിക്കുകയില്ലേ? അല്ലെങ്കിൽ ഈ ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾക്ക് നിസ്കാരത്തിന്റെ സമയമായാൽ ഉളു എടുത്ത് വൃത്തിയാക്കി പഞ്ഞു വെക്കലുണ്ടല്ലോ, അത് റമദാന്റെ പകലുകളിൽ പറ്റുമോ ഇല്ലേ? ഇതെല്ലാ സ്ത്രീകൾക്കുള്ള സംശയങ്ങളാണ്. രാത്രി രക്തം നിലച്ചതായി തോന്നിയ പെണ്ണ് അത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പഞ്ഞു വെച്ച പഞ്ഞ് അവൾ ഊരിക്കളഞ്ഞത് സുബഹി ബാങ്കിന് ശേഷം പകലാണ്. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയിലാന്നാണ് ഇബ്നു സ്വലാഹ് തങ്ങൾ ഫത്വ കൊടുത്തത്. അതിന് ഇബ്നു ഖാസിം തങ്ങൾ പ്രബലമായ അഭിപ്രായമായി പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പഞ്ഞ് പുറത്തെടുക്കുമ്പോൾ അതിനെ ഉണ്ടാക്കി ഛർജിച്ചതുപോലെ എന്ന് പരിഗണിക്കാൻ കഴിയൂല, അതൊരു മൂത്രമൊഴിക്കുന്നത് പോലെ എന്ന് പരിഗണിച്ചാൽ മതി. മൂത്രമൊഴിച്ചത് കൊണ്ട് നോമ്പ് മുറിയുമെന്ന് ആരും പറയുന്നില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. അതേസമയം വെള്ളപ്പോക്കുള്ള സ്ത്രീകള് അല്ലെങ്കിൽ ഇസ്തിഹാദത്തുള്ള സ്ത്രീകള് ഇവരൊക്കെ പകൽ സമയത്ത് പഞ്ഞങ്ങട്ട് തിരികെ കയറ്റരുത് എന്നാണ്. പഞ്ഞ് കയറ്റിയാൽ അതുകൊണ്ട് നോമ്പ് മുറിയുന്നാണ്. പൊതുവെ ഇസ്തിഹാദത്തുള്ള സ്ത്രീകള് വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറയും, വെള്ളപ്പോക്ക്. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകള് അവര് നിസ്കാരത്തിന്റെ സമയമായാൽ ആ ഭാഗങ്ങളെല്ലാം, സ്വകാര്യ ഭാഗങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി പഞ്ഞു വെച്ച് ഭദ്രമാക്കി വുളു എടുത്ത് പെട്ടെന്ന് നിസ്കരിക്കലാണ് നിർബന്ധം. അതേസമയം റമളാന്റെ പകലുകളിൽ അവരൊരിക്കലും പഞ്ഞു നിറക്കാൻ പാടില്ല, വെറും വെച്ചുകെട്ടൽ മാത്രം നടത്തിയിട്ട് നിസ്കരിക്കണം. കാരണം റമളാന്റെ പകലുകളിൽ പഞ്ഞ് ഉള്ളോട്ട് കയറ്റിയാൽ നോമ്പ് മുറിയും, കയറ്റിയ പഞ്ഞ് പുറത്തോട്ടെടുത്താൽ നോമ്പ് മുറിയിലാണെന്നാണ് മസ്അല. ഇത് പ്രത്യേകം പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നിങ്ങളോട് എന്തിനാ പറയുന്നത്? ഞാൻ നിങ്ങളെ പെണ്ണുങ്ങന്മാർക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി സ്ത്രീകളെ പ്രത്യേകം ബാധിക്കുന്ന വേറൊരു മസലയാണ് റമളാന്റെ പകലുകളിൽ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കാൻ പറ്റുമോ, രുചി നോക്കാൻ പറ്റുമോ എന്ന്. വൈകുന്നേരം സമൂസ,
കട്ട്ലേറ്റ്, ചിക്കൻ റോള് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ശരിയായനോ ഇല്ലേ എന്ന് നോക്കണ്ടേ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇടക്കിടക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നതാണ്, യുപിയിലും മറ്റൊക്കെ പെണ്ണുങ്ങൾ ഉപ്പിലെ കറിക്ക് ഉപ്പിട്ടത് കൂടിയതിന്റെ പേരിൽ ഭർത്താവ് ഭാര്യയെ അടിച്ചു വന്നു എന്നൊക്കെ കേൾക്കുന്നതാണ്. അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഉപ്പ് കൂടിയാലും ഉപ്പ് കുറഞ്ഞാലൊക്കെ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ സ്ത്രീകൾക്ക് റമദാന്റെ പകലുകളിൽ ലൗഖ് ത്വആം എന്ന് പറയും, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കാൻ പറ്റുമോ ഇല്ലേ. നോമ്പുകാരൻ ഭക്ഷണം രുചിച്ചു നോക്കുന്നത് നല്ലതല്ല, ഒഴിവാക്കലാണ് കറാഹത്ത്. വെറുതെ നമ്മൾ ആവശ്യത്തിന് പറ്റുന്നപ്പുറം പറയുന്നുണ്ട്, ആവശ്യമൊന്നുമില്ലാതെ വെറുതെ എന്ത് ചെയ്യാം, ഭക്ഷണം അവിടെ വെച്ചിട്ടുണ്ട്, കറി വെച്ചിട്ടുണ്ട്, അപ്പൊ ഒന്ന് ജസ്റ്റ് ബായിലേക്ക് ആക്കിയിട്ട് രുചി നോക്കിയിട്ട് തുപ്പിക്കളയാ, അത് കറാഹത്താണ്, നല്ലതല്ല. അതേസമയം സ്ത്രീകൾക്ക് ഭക്ഷണത്തിന് ഉപ്പ് പാകമായിട്ടുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ എരിവ് കൂടുതലാണോ അല്ലേ എന്ന് ഫുഡിന് കുഴപ്പങ്ങളൊന്നും പറ്റരുത്, നേരെ ആവണം എന്ന നല്ല ഉദ്ദേശത്തിൽ ഒരു സ്ത്രീ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കിയാൽ അത് കറാഹത്തല്ല. എത്രത്തോളം മുഫ്തിറുൻ ഗൈറു, നോക്കാൻ വേണ്ടിയിട്ട് അവിടെ നോമ്പില്ലാത്ത ചെറിയ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഉമ്മയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്, മകൾക്കന്ന് നോമ്പില്ല, ഓൾക്ക് ആർത്തവമാണ്, അപ്പൊ ഓള് ടേസ്റ്റ് നോക്കിയാൽ മതി. എന്നാലും ചിലപ്പോൾ ഉമ്മ ടേസ്റ്റ് നോക്കിയത്ര ആവൂലല്ലോ. അപ്പൊ അതുകൊണ്ട് ടേസ്റ്റ് നോക്കാൻ പറ്റിയ വേറെ ഒരാള് അപ്പുറത്തുണ്ടെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നോക്കാം. അതുകൊണ്ട് കറാഹത്തൊന്നും വരാൻ പോകുന്നില്ല. എന്നല്ല, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം വായിൽ വെച്ചു, അറിയാതെ അബദ്ധത്തിൽ അത് ഉള്ളോട്ട് ഇറങ്ങിപ്പോയി, എന്നാൽ അതുകൊണ്ട് നോമ്പും മുറിയുന്നില്ല എന്നാ മസാല. അപ്പൊ രുചി നോക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ വെറുതെ രുചി നോക്കരുത്, ആവശ്യത്തിന് രുചി നോക്കാം. ആവശ്യം എന്താ? ഭക്ഷണം ടേസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയുക എന്നതൊരാവശ്യമാണ്. അവിടെ വേറൊരു ഉദാഹരണം ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോ ഈ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഭക്ഷണം പൊടിച്ചു കൊടുക്കേണ്ടി വരും അല്ലെ. പത്തിരി, അത്താഴത്തിനുണ്ടാക്കിയ പത്തിരി ഉച്ച കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഉറപ്പായിട്ടുണ്ടാവും. അപ്പൊ അത് കുട്ടികൾക്ക് ചവക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ ചവച്ചരച്ചിട്ട് പൊടിയാക്കി കൊടുത്താൽ കുട്ടികൾക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം പാലിട്ടിട്ട് പൊടിക്കേണ്ടി വന്നു, അത് കറാത്തില്ല എന്നാണ്. കാരണം എന്താ? അതൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം വായിലിട്ട് ആ ഭക്ഷണത്തിന്റെ രുചി ടേസ്റ്റ് അറിയുന്നത് പ്രശ്നമൊന്നുമല്ല. അനാവശ്യമായിട്ടാണെങ്കിൽ അത് കറാഹത്താണ്. ഇനി അവിടെ സ്ത്രീകളെ പ്രത്യേകം നോമ്പിൽ ബാധിക്കുന്നതാണ്. ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളൊക്കെ അവർ നോമ്പ് ഒഴിവാക്കിയാൽ അവരെ പ്രത്യേകം മുദ്ദ് ചിലപ്പോൾ ബാധിക്കുന്നുണ്ട്. ഗർഭിണികളായ സ്ത്രീകൾ, അതേപോലെ തന്നെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഇവർക്ക് നോമ്പ് ഒഴിവാക്കൽ ജായിസാണ്. എപ്പോ? സ്വന്തം ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും എന്ന ഭയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും എന്ന പേടിയുണ്ടെങ്കിൽ, ആ പേടിയെല്ലാം നമ്മളിങ്ങനെ വിചാരിച്ച് പേടി ഉണ്ടാക്കലല്ല കേട്ടാ. അത് പറയുമ്പോൾ ഷർവാനയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കോ കുഞ്ഞിനോ ബുദ്ധിമുട്ടുണ്ടാവും എന്നത് പെണ്ണിങ്ങനെ വിചാരിക്കലല്ല. അതൊരു നീതിമാനായ ഡോക്ടറുടെ വാക്കുകൊണ്ട് നമുക്ക് ബോധ്യപ്പെടണം. ഇപ്പൊ ഡോക്ടറെ കാണാൻ വേണ്ടി പോയാൽ ചോദിക്കണം, ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, ഞങ്ങള് നോമ്പെടുക്കുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ ഇല്ലേ? അപ്പൊ ഡോക്ടർ പറയും, ശരിയാ, നിനക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർമാർ വിധി എഴുതണം. അങ്ങനെ വിധി എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കൽ ജായിസാണ്. എന്നല്ല, ഗർഭിണിയായ സ്ത്രീ നോമ്പെടുത്തതിന്റെ പേരിൽ ഗർഭത്തിലുള്ള കുഞ്ഞ് അപകടത്തിലാകും, അലസിപ്പോകും എന്ന ഭയം ഉണ്ടെങ്കിൽ നോമ്പെടുക്കൽ ഹറാമാന്ന മസാല. സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നോമ്പെടുക്കൽ ഹറാമാണെന്ന മസാല. അങ്ങനെ ഒരു സ്ത്രീ ഗർഭിണി ആയതുകൊണ്ടോ മുലയൂട്ടുന്നവളായതുകൊണ്ടോ നോമ്പ് ഒഴിവാക്കിയാൽ ആ നോമ്പ് റമദാൻ കഴിഞ്ഞിട്ട് ഖളാ വീട്ടണം എന്ന കാര്യത്തിൽ സംശയമല്ല. ഖളാ വീട്ടുന്നതിന് പുറമെ സ്ത്രീകൾ മുദ്ദ് കൊടുക്കേണ്ടി വരും. എപ്പോ? ഈ നോമ്പ് ഒഴിവാക്കിയത് കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ. അപ്പൊ ഡോക്ടർ പറഞ്ഞു, നീ നോമ്പെടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പ്രശ്നം കുഞ്ഞിനാണ്. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടുന്നതിന് പുറമെ ഒരു നോമ്പിന് ഒരു മുദ്ദ് അരി വെച്ചിട്ട് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം. അല്ല, കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നുമില്ല, നിനക്കാണ് ക്ഷീണം ബാധിക്കുക, അല്ലെങ്കിൽ നിനക്കും കുഞ്ഞിനും ബുദ്ധിമുട്ടാണെന്നാ ഡോക്ടർ വിധി എഴുതിയത്, അങ്ങനെയാണെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടിയാൽ മതി, അവിടെ മുദ്ദ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതിന്റെ പൊതുവായ ഒരു മാനദണ്ഡം മനസ്സിലാക്കേണ്ട എങ്ങനെയാണെന്നറിയോ?
മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് ഒഴിവാക്കിയാൽ നമ്മൾ ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്യണം, ഓരോ നോമ്പിനും ഓരോ മുദ്ദ അരി വെച്ച് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ അതിന്റെ വേറൊരു ഉദാഹരണമാണ്, നമ്മളൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട്, നമുക്ക് നോമ്പുണ്ട്, നോമ്പ് എന്ന് വിചാരിച്ചിട്ട് അയാളെ രക്ഷപ്പെടുത്താതിരിക്കാൻ പാടില്ല, നിർബന്ധമായിട്ടും വെള്ളത്തിൽ ചാടിയിട്ട് രക്ഷപ്പെടുത്തണം. അങ്ങനെ വെള്ളത്തിലേക്ക് ചാടിയപ്പോ ചെവിയിലൂടെയും മൂക്കിലൂടെയും എല്ലാം വെള്ളം കയറിയാൽ അന്നത്തെ നോമ്പ് നമുക്ക് ബാത്തിലായി. പക്ഷെ ആ നോമ്പ് ഖളാ വീട്ടുമ്പോൾ ഖളാ വീട്ടുന്നതിന് പുറമെ ഓരോ നോമ്പിനും ഓരോ മുദ്ദ വെച്ച് കൊടുക്കണം. കാരണം ഞാൻ നോമ്പ് ഒഴിവാക്കിയത് എന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പോ കുഞ്ഞിന്റെ ആവശ്യത്തിന് വേണ്ടി, മുങ്ങിമരിക്കുന്നവനെ രക്ഷപ്പെടുത്തുക എന്ന മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നോമ്പ് ഒഴിവാക്കുമ്പോൾ അക്കൊല്ലം നോമ്പ് ഖളാ വീട്ടുകയാണെങ്കിലും ആ നോമ്പ് ഖളാ വീട്ടുന്നതിന് പുറമെ ഓരോ നോമ്പിനും ഓരോ മുദ്ദ അരി വെച്ച് കൊടുക്കണം. അപ്പൊ അത് സ്ത്രീകളെ പ്രത്യേകം ബാധിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ ഇപ്പൊ വീട്ടില് വയസ്സായ ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്ഥിരം രോഗികളുണ്ടാവും, അല്ലെ? ഇപ്പൊ ഹാർട്ട് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അവർക്ക് സ്ഥിരം ഗുളിക കഴിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശം ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്ക് പിന്നെ ജീവിതത്തിൽ നോമ്പെടുക്കാൻ കഴിയൂല. അല്ലെങ്കിൽ വൃദ്ധരായ ആളുകൾ, വയസ്സായ ഉപ്പാപ്പയും ഉമ്മാമയും ഒക്കെ ഉണ്ടാവും, അവർക്ക് ജീവിതത്തിൽ നോമ്പെടുക്കാൻ അവസരം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു തആല നോമ്പെടുക്കാൻ കൽപ്പിക്കുന്നേ ഇല്ല. അവരോടുള്ള കൽപ്പന തന്നെ ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ മുദ്ദ അരി വെച്ച് വിതരണം ചെയ്താൽ മതി. പക്ഷെ വിതരണം ചെയ്യുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞല്ല പ്രസംഗത്തിൽ, എല്ലാം കൂടി നോമ്പ് തുടങ്ങുമ്പോൾ തന്നെ അഡ്വാൻസ് ആയിട്ട് കൊണ്ടുപോയിട്ട് ഈ മുദ്ദെല്ലാം കൂടി വിതരണം ചെയ്യാൻ അത് പറ്റൂല. ഗർഭിണികളാണെങ്കിലും മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ വൃദ്ധരാണെങ്കിലും അവർക്കൊക്കെ മുദ്ദ് കൊടുക്കൽ നിർബന്ധമാകുമ്പോൾ ആ മുദ്ദ് താജീൽ ചെയ്യണമെങ്കിൽ, മുൻകൂറായിട്ട് അഡ്വാൻസ് ആയി കൊടുക്കണമെങ്കിൽ ഇന്നത്തേത് ഇന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നലെ രാത്രി കൊടുക്കാമായിരുന്നു, നാളത്തേത് ഇന്ന് കൊടുക്കാൻ പറ്റൂല എന്നാ. 2 ദിവസത്തെ മുദ്ദും കൂടി ഒന്നിച്ച് ഇന്ന് തന്നെ കൊടുക്കാൻ പാടില്ല എന്നാ. അതിപ്പോ ഇവിടെ മാത്രമല്ല, സക്കാത്തിന്റെ മസലയും അങ്ങനെ തന്നെയാണ്. സക്കാത്തും അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഒരാൾ കച്ചവടം തുടങ്ങി, ശരിക്കും മുഹറം 1 തുടങ്ങിയ കച്ചവടത്തിന്റെ സക്കാത്ത് അടുത്ത മുഹറം 1 കൊടുക്കേണ്ടത്. പക്ഷെ അയാൾ മുഹറം ആവാൻ കാത്തിരുന്നില്ല, അയാൾ റമദാൻ ആയപ്പോഴത്തേക്കും ഇനി ഭാവിയിൽ മുഹറം 1 നിർബന്ധമാവുന്ന കച്ചവടത്തിന്റെ സക്കാത്ത് റമദാനിൽ തന്നെ കൂടുതൽ കൂലി കിട്ടട്ടെ എന്ന ധാരണയിൽ അയാൾ കൊടുത്തു വീട്ടി. അതിന് കുഴപ്പമൊന്നുമില്ല. താജീൽ സക്കാത്ത് എന്നാ പറയാ. സക്കാത്ത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കുക, മുൻകൂറായിട്ട് കൊടുക്കുക, അതിന് പ്രശ്നമല്ല. അതേസമയം എങ്ങനെ കൊടുക്കാൻ പാടില്ല? അടുത്ത മുഹറമിനും അതിനപ്പുറത്തെ വർഷത്തെ മുഹറമിനും കൊടുക്കേണ്ട സക്കാത്ത് എല്ലാം കൂടി ഈ റമദാനിൽ കൊടുക്കുക. അതായത് 2 കൊല്ലത്തെ സക്കാത്ത് അഡ്വാൻസ് ആയിട്ട് മുൻകൂറായിട്ട് കൊടുക്കുക, അത് പാടില്ല. 1 വർഷത്തെ സക്കാത്ത് താജീൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇവിടെ. ഈ സ്ത്രീകൾക്ക് മുദ്ദ് കൊടുക്കൽ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മുദ്ദ് ഇന്ന് താജീലായിട്ട് കൊടുക്കാം, അതേസമയം നാളത്തെ മുദ്ദ് ഇന്ന് ഞാൻ കൊടുക്കാൻ പാടില്ല എന്നാ. പിന്നെ എങ്ങനെയാണ് റമദാനിലെ മുഴുവൻ മുദ്ദും കൂടി അഡ്വാൻസ് ആയിട്ട് റമദാൻ 1 തന്നെ വിതരണം ചെയ്യാം? അത് പാടില്ല. പിന്നെ ഈ മുദ്ദ് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറയുന്നത്, സക്കാത്ത് കൊടുക്കുന്നത് പോലെ 8 അവകാശികളെ കണ്ടെത്തിയിട്ട് 3 ആളുകളെ തെരഞ്ഞിട്ട് നാട്ടിൽ തന്നെ അങ്ങനത്തെ കണ്ടീഷൻ ഒന്നും മുദ്ദ് കൊടുക്കുന്നിടത്തില്ല. നോമ്പ് ഒഴിവാക്കിയതിന്റെ മുദ്ദ് നാടിന്റെ പുറത്തും കൊടുക്കാം, ഒരാൾക്ക് തന്നെ കൊടുക്കാം, ഫക്കീർ മിസ്കിൻ ആവണം എന്ന് മാത്രം. സക്കാത്താവും അങ്ങനെയല്ലേ? 8 അവകാശികളെ തെരഞ്ഞിട്ട് ആ അവകാശികളെ കൂട്ടത്തിൽപ്പെട്ട 3 ആളുകൾ കൊടുക്കണം, അതേപോലെ തന്നെ നാട്ടിൽ തന്നെ കൊടുക്കണം. അങ്ങനത്തെ കണ്ടീഷനുകളൊന്നും എന്തിനില്ല? ഈ മുദ്ദ് കൊടുക്കുന്നിടത്തില്ല. മുദ്ദ് എന്താന്ന് മനസ്സിലായ? മുദ്ദ് എന്ന് പറഞ്ഞാൽ ഫിത്ർ സക്കാത്തിന് പറ്റിയ 800 മില്ലി അരി. 800 മില്ലി അരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുദ്ദിന്റെ പാത്രം കണ്ടിട്ടുണ്ടാവും. മുദ്ദിന്റെ നബവി എന്നിട്ട് ബുക്ക് സ്റ്റാലെല്ലാം കിട്ടുന്നുണ്ട്, 50 രൂപ കൊടുത്താൽ കിട്ടും ഒരു ചെറിയ പാത്രം. ആ പാത്രത്തിൽ കൊള്ളുന്നത്ര അരിയാണ് നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിൽ മുദ്ദായിട്ട് കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള 4 മുദ്ദ് കൂടിയാൽ ഒരാളുടെ ഫിത്ർ സക്കാത്താവും. ആ മുദ്ദിന്റെ ഒരു പാത്രം വീട്ടിൽ എല്ലാവരും വാങ്ങിക്കുന്നത് നല്ലതാണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യത്തിനും അത് പറ്റും. അതേപോലെ തന്നെ ഈ പറഞ്ഞ നിലക്ക് നോമ്പ് ഒഴിവായതിന്റെ പേരിൽ മുദ്ദുണ്ടെങ്കിൽ ആ മുദ്ദ് കൊടുക്കാനും ഏത് പറ്റും? ആ പാത്രം പറ്റും. 800 മില്ലി എന്ന് പറയുമ്പോൾ നമ്മളത് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴേ കൃത്യമായൊരു കണക്ക് നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം ഈ മുദ്ദിന്റെ പാത്രം 800 മില്ലി ആണല്ല, ഇതിൽ കൊള്ളുന്നത്ര അരിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. കനം കൂടുതലുള്ള അരിയാണെങ്കിൽ ചിലപ്പോ ആ മുദ്ദിന്റെ പാത്രത്തിൽ ഏകദേശം ഒരു 750-800 കിലോഗ്രാം എല്ലാം കൊള്ളും. കനം കുറഞ്ഞ അരിയാണെങ്കിൽ ചിലപ്പോൾ 600-650 ആ മുദ്ദിന്റെ പാത്രത്തിൽ കൊള്ളുള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തൂക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ സൂക്ഷ്മതക്ക് വേണ്ടിയിട്ട് ഒരു 800 ഗ്രാമെല്ലാം കൊടുക്കുകയാണെങ്കിൽ എന്തായാലും വീടെന്ന് വിചാരിക്കാം. എന്നാലും ആ മുദ്ദിന്റെ പാത്രം 800 മില്ലിയുടെ മുദ്ദിന്റെ പാത്രത്തിൽ അളന്നിട്ട് കൊടുക്കുന്നതാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴും മുദ്ദ് കൊടുക്കുമ്പോഴൊക്കെ സൂക്ഷ്മത. അപ്പൊ അങ്ങനെ മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളായ സ്ത്രീകൾക്കൊക്കെ മുദ്ദ് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. ഇനി അവിടെ സ്ത്രീകളെ ബാധിക്കുന്ന പ്രത്യേക ഒരു വിഷയമാണ് ആഭരണവുമായി ബന്ധപ്പെട്ട സക്കാത്തുകൾ. ഞാൻ ഓരോന്നോരോന്ന് വേഗം പറഞ്ഞ് തീർക്കും. ആഭരണവുമായി ബന്ധപ്പെട്ട സക്കാത്ത്. സ്ത്രീകളാണ് ആഭരണത്തിന്റെ ആളുകൾ. പുരുഷന്മാരെക്കാൾ കൂടുതൽ ആഭരണം സ്ത്രീകളെയാണ് ബാധിക്കുക. പുരുഷന്മാർക്കാകെ ഒരു വെള്ളി മോതിരം മാത്രമേ ആഭരണം എന്ന നിലക്ക് ധരിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ വലത്തെ കൈയിന്റെയും ഇടത്തെ കൈയിന്റെയും 2 ചെറുവിരലിലും ധരിക്കാം. നല്ലത് വലത്തെ കൈയിന്റെ ചെറുവിരലിൽ ധരിക്കലാണ്. ഒന്നിലേറെ മോതിരം ധരിക്കുന്നത്, അതേപോലെ തന്നെ ചെറുവിരലല്ലാത്ത മറ്റു വിരലുകളിൽ മോതിരം ധരിക്കുന്നത്, അതൊന്നും ഹലാലല്ല. ഒന്നിരിക്കൽ കറാത്താവും അല്ലെങ്കിൽ ഹറാമാവും. ഈ രണ്ടാലൊരു വിധിയിലേ വരുള്ളൂ. സുന്നത്തിന്റെ കൂലി ഏതായാലും ചെറുവിരലല്ലാത്ത വിരലിൽ മോതിരം ധരിച്ചത് കൊണ്ട് കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ചെറുവിരലിൽ തന്നെ മോതിരം ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ടോ ഇല്ലേ? ഷാഫി മദ്ഹബ്, അതേപോലെ തന്നെ മാലിക്കി മദ്ഹബ്, ഹംബലി മദ്ഹബ്, ഈ 3 മദ്ഹബിലും ആഭരണങ്ങൾക്ക് സക്കാത്തില്ല എന്നാണ്. അതേസമയം ഹനഫി മദ്ഹബിൽ ആഭരണങ്ങൾക്കും സക്കാത്ത് വരുന്നുണ്ട്. ഷാഫി മദ്ഹബിൽ ആഭരണമല്ലാത്ത ഗോൾഡ് കോയിനോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ബിസ്ക്കറ്റോ ഇതൊക്കെ ഒരു വർഷക്കാലം എടുത്തു വെച്ചാൽ അത് തന്നെ 1-2 പവനൊന്നും ഇല്ല കേട്ടോ. 85 ഗ്രാം, അതായത് 1.5 പവൻ. 84 ഗ്രാം കൂടിയാൽ 1.5 പവനാവും. പിന്നെ 1 ഗ്രാമും കൂടി എക്സ്ട്രാ ഉണ്ടാവും. മൊത്തത്തിൽ പറയുമ്പോൾ 1.5 പവൻ എന്ന് പറയും. 1.5 പവൻ ഒരാൾ ഗോൾഡ് കോയിൻ ആയിട്ടോ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ബിസ്ക്കറ്റ് ആയിട്ടോ മറ്റോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വർഷം തികയുമ്പോൾ ആ ഉള്ളതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അതേസമയം ആഭരണമാണ് 1.5 പവനോ അതിനേക്കാൾ കൂടുതലോ ഒരാളെ കയ്യിലുള്ളതെങ്കിൽ ആഭരണത്തിന് ഷാഫി മദ്ഹബിൽ സക്കാത്തില്ല എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ലൈസ ഫിൽ ഹുലിയി സക്കാത്ത്, ആഭരണത്തിൽ സക്കാത്തില്ല. കാരണം അത് ഉപയോഗത്തിന് വേണ്ടിയുള്ളതല്ലേ. ഇപ്പൊ ഈ നാക്കാലികൾക്കൊക്കെ സക്കാത്ത് ഉണ്ട്. ആട്, അതേപോലെ തന്നെ മാട്, ഒട്ടകം, ഇതിനൊക്കെ സക്കാത്ത് ഉണ്ട്. 30 പശു ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം. 40 ആടുണ്ടായാൽ സക്കാത്ത് കൊടുക്കണം. 5 ഒട്ടകങ്ങൾ ഉണ്ടായാൽ സക്കാത്ത് കൊടുക്കണം. പക്ഷേ വീട്ടിൽ പണിക്ക് ഉപയോഗിക്കുന്ന ആടാണെങ്കിലും മാടാണെങ്കിലും ഈ ഗദ്ദ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് പോത്ത്, എരുമ ഇതൊക്കെ ഉപയോഗിക്കുമല്ലേ. പഴയകാലത്ത് വെള്ളം കോരാൻ വേണ്ടിയിട്ട് ഇത്തരം നാക്കാലികളൊക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വീട്ടിൽ പണിക്ക് ഉപയോഗിക്കുന്ന അവാമിൽ അതിനെ പറ്റി പറയും കിതാബുകളിൽ. പണിയെടുക്കുന്നവകൾ അത് 40 അല്ല 400 ഉണ്ടായാലും അതിന് സക്കാത്തില്ല എന്നാണ്. കാരണം അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ആഭരണങ്ങളും. ആഭരണം ധരിക്കുക എന്ന ഉദ്ദേശത്തിലാകുമ്പോൾ അത് ഉപയോഗത്തിനുള്ളതാണ്. ഉപയോഗത്തിനുള്ള ആഭരണങ്ങൾക്ക് സക്കാത്ത് വരുന്നില്ല. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താ? പിന്നെ ആഭരണങ്ങളെ കൂട്ടത്തിൽ നിന്ന് തന്നെ സ്വർണ്ണ വെള്ളി അല്ലാത്ത ഡയമണ്ട്, വജ്രം, രത്നം ഇതൊക്കെ ആഭരണമല്ലാത്ത നിലക്ക് എടുത്തു വെച്ചാലും സക്കാത്ത് വരുന്നില്ല കേട്ടോ. അവിടെ സക്കാത്തിനെ പറ്റിയുള്ള ചർച്ചയില്ല. അതിലൊന്നും എന്തായാലും സക്കാത്തില്ല. ആകെ സക്കാത്തിനെ പറ്റിയുള്ള ചർച്ച ഉള്ളത് സ്വർണ്ണ വെള്ളിയിലാണ്. അത് തന്നെ ആഭരണമല്ലാത്ത നിലക്കുള്ളതിലേ സക്കാത്തുള്ളൂ. ഇനി ആഭരണത്തിൽ സക്കാത്ത് ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ആഭരണം അനുവദനീയമായ ഉപയോഗത്തിനുള്ളതായിരിക്കണം. ഹറാമായ ആഭരണങ്ങൾക്ക് സക്കാത്തുണ്ട്. എപ്പോഴാണ് ആഭരണങ്ങൾ ഹറാമാവുക? പുരുഷന്മാര് ധരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ ആ ആഭരണം ഹറാമായ ആഭരണമാണ്. പുരുഷന്മാർക്ക് സ്വർണവും വെള്ളിയും ഹലാലല്ല. അപ്പൊ ഒരു പുരുഷൻ ഓന് 11 പവന്റെ ഒരു മാല ഉണ്ടാക്കി വെച്ചു. എന്തിന്? മംഗളത്തിനെല്ലാം പോകുമ്പോ കൗത്തിലിട്ട് പോവാൻ. അങ്ങനെയാണെങ്കിൽ വർഷം തികയുമ്പോൾ ആ ആഭരണത്തിന് 2% സക്കാത്ത് കൊടുക്കണം. എന്തേ? സംഘടിത ആഭരണമാണെങ്കിലും അത് ഹലാലായ ഉപയോഗത്തിനുള്ളതല്ല. പുരുഷൻ ഹറാമായ നിലക്ക് ധരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. അപ്പൊ അതിൽ സക്കാത്ത് വരും. ഇനി സ്ത്രീകളുടെ ആഭരണം തന്നെ ചിലപ്പോൾ അത് ഹറാമായി മാറുന്നുണ്ട്. അപ്പൊ ആഭരണം അമിതമാകുമ്പോൾ, സ്ത്രീകളുടെ ആഭരണം അമിതമാകുമ്പോൾ അത് ഹറാമായി വരുന്നുണ്ട്. ഈ അമിതം എന്നതിന്റെ പരിധി എത്ര? അതിന് പ്രത്യേക പരിധിയൊന്നുമില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, ആഭരണം
കാണാൻ അഭംഗിയുണ്ടാക്കും വിധത്തിൽ, ആഭാസമാകും വിധത്തിൽ വളരെ കൂടുതലായി പോയി. എന്നിട്ട് അതിന് ഫതുൽ മീൻ പറഞ്ഞ ഉദാഹരണം, കാല് ധരിക്കുന്ന പാദസരം ഉണ്ടല്ല, കാല് ധരിക്കുന്ന പാദസരം, ആ പാദസരം, ഒരു പാദസരം തന്നെ 53 പവൻ. ഒരു കാൽപാദസരം തന്നെ 53 പവൻ. അതായത് 2 കാൽപാദസരവും കൂടി കൂടിയാൽ 200 മിസ്കാലെത്തും. 200 മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 106 പവൻ. അപ്പൊ ഒരു കാൽപാദസരം എത്ര ഉണ്ടാവും? 53 പവൻ. ഒരു കാലിന്റെ പാദസരം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി അമിതം എന്ന് പറയാം. കാരണം അത് കാലിലിട്ടിട്ടുണ്ടെങ്കിൽ പാദസരം പോലെ തോന്നുക, ഈ ആനന്റെ കാലെല്ലാം ചങ്ങലിടുന്നത് പോലെ ചങ്ങലിട്ട മാതിരി തോന്നും. അപ്പൊ അങ്ങനെ കാണുമ്പോ അഭംഗിയും അറപ്പും വെറുപ്പും തോന്നുന്ന നിലക്ക് ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ആഭരണം ഉണ്ടെങ്കിൽ അവൾക്ക് ആ ആഭരണത്തിൽ മാത്രമല്ല സക്കാത്ത് നിർബന്ധാവുക, മൊത്തം ആഭരണത്തിൽ സക്കാത്ത് നിർബന്ധാവും. ഇപ്പൊ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ കൗത്തിലൊരു മാലയ അല്ലെങ്കിൽ കാലുള്ള പാദസര ഇതൊന്നും എന്താവലില്ല. ഒരു കാണുമ്പോ അഭംഗിയാവുന്ന നിലക്ക് 50 പവന്റെ ഒരു മാല, 50 പവന്റെ ഒരു കാൽപാദസരം, അങ്ങനൊന്നും നമ്മുടെ നാട്ടിൽ പൊതുവെ ഉണ്ടാവലില്ല. എല്ലാ പൊന്നും കൂടി കൂട്ടിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും ഒരു 50 പവനോ 100 പവനോ ഉണ്ടാവും. എല്ലാ പൊന്നും കൂടി കൂട്ടിയിട്ടല്ല, അമിതവും പിന്നെ മിതവും അമിതവും കണക്കാക്കാം. ഒരു ആഭരണം നോക്കിയിട്ടാണ്. ഒരു ആഭരണം തന്നെ കാണാൻ ഭംഗി എന്നത് വിട്ടിട്ട് അതൊരു ചങ്ങല പോലെ അഭംഗിയായിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാത്തിനും കൂടി സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അമിതമായതിന്റെ പേരിൽ സക്കാത്ത് വരിക എന്നുള്ളത് നമ്മളെ നാട്ടിൽ പൊതുവെ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാൽ ഇനി അമിതമല്ലെങ്കിലും ചിലപ്പോൾ സക്കാത്ത് വരുന്നുണ്ട്. അതപ്പോഴാ, ഒന്ന്, ഒരു പെണ്ണിന് ആഭരണം അവളുടെ ഉടമസ്ഥതയിൽ വന്നിരുന്നു, പക്ഷെ ഈ വന്ന വിവരം അവൾ അറിയുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പൊ സക്കാത്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉമ്മ മരിച്ചു. ഉമ്മ മരിച്ചപ്പോ ഉമ്മാക്ക് ഒരു 11 പവന്റെ മാല ഉണ്ടായിരുന്നു, സ്വർണത്തിന്റെ മാല. അത് ആരറിഞ്ഞിട്ടേ ഇല്ല? ഈ മകൾ അറിഞ്ഞിട്ടേ ഇല്ല. 1 വർഷം കഴിഞ്ഞതിന് ശേഷം, ഉമ്മ മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞതിന് ശേഷം അലമാര തുറന്നു നോക്കുമ്പോ, കപ്പാട്ട് തുറന്നു നോക്കുമ്പോ അതാ ഉമ്മാന്റെ ഒരു 11 പവന്റെ മാലയിൽ കിടക്കുന്നു. അത് ഇവരുടെ മിൽക്കിൽ വന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ഇവർക്ക് അത് ഓരോ മിൽക്കിലേക്ക് കടന്ന വിവരം, ഓരോ ഉടമസ്ഥതയിലേക്ക് എത്തിയ വിവരം അറിഞ്ഞിട്ടേ ഇല്ല. അങ്ങനെയാവുമ്പോ ആ ആഭരണത്തിനിക്ക് അത് ധരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ് എന്ന ഉദ്ദേശം അവിടെ ഉണ്ടാവില്ലല്ലോ. അറിഞ്ഞാലല്ലേ ധരിക്കാന്നുള്ള ഉദ്ദേശം ഉണ്ടാവുക. അപ്പൊ അറിയാത്തത് കൊണ്ട് ഉടമസ്ഥതയിൽ 1 വർഷക്കാലം ആ ആഭരണം നിലനിന്നതിന്റെ പേരിൽ സക്കാത്ത് വാജിബാവും. അതിനേക്കാളും വലിയ ഒരു പോസിബിൾ ആണ്, ഒരു സാധ്യതയാണ്, ഇപ്പോ ഗൾഫിൽ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് ഒരു പെണ്ണിനിക്ക് ഒരു 15 പവന്റെ ഒരു മാല ഒരു പിന്നെ ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് പുതിയാപ്പിള കൊടുത്തയച്ചു. ഓള് വിചാരിച്ച എന്തെങ്കിലും ലോക്കൽ സാധനം വിചാരിച്ചിട്ട് അത് കപ്പാട്ടിലെടുത്ത് വെച്ചു. 1 വർഷം കഴിഞ്ഞിട്ടാണ് അത് തുറന്നു നോക്കുമ്പോൾ നല്ല ഒരു മാല, 15 പവന്റെ മാല. ഓള ഉടമസ്ഥതയിൽ വന്ന വിവരം തന്നെ ഓൾ അറിഞ്ഞിട്ടില്ല. എന്നാൽ അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോ അനുവദനീയമായ ആഭരണമാണെങ്കിൽ സക്കാത്തില്ല, ഉപയോഗിക്കണം എന്ന ഉദ്ദേശത്തിൽ എടുത്തു വെക്കുന്നതിന് സക്കാത്തില്ല. അതേസമയം അറിയാതെ ഒരു വർഷക്കാലം ഉടമസ്ഥതയിൽ ഉണ്ടായാൽ സക്കാത്ത് നിർബന്ധമാണ്. ഇനി ആഭരണം തന്നെ ധരിക്കുക എന്ന ഉദ്ദേശം വിട്ട്, ഈ ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ ചോദിക്കൂട്ടാ, എല്ലാ ആഭരണവും കൂടി ബിൽഫിൽ ധരിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ചില പെണ്ണുങ്ങൾക്കെല്ലാം 40ഉം 50ഉം പവനൊക്കെ വീട്ടിൽ ആഭരണങ്ങൾ ഉണ്ടാവും. അതെല്ലാം കൂടി എല്ലാ സമയം ധരിക്കുവോ? ചിലപ്പോൾ അത് ജീവിതത്തിൽ ഒരിക്കലും ധരിച്ചിട്ടുണ്ടാവില്ല. ഒരു മംഗളത്തിന് പോകുമ്പോൾ ഒരു മാല ഇടുന്നുണ്ടാവും, മറ്റൊരു മംഗളത്തിന് പോകുമ്പോൾ വേറൊരു വള ഇടുന്നുണ്ടാവും, ഇങ്ങനെ മാറി മാറി ധരിക്കുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിലും അതിന് സക്കാത്തില്ല എന്നാണ്. നമ്മുടെ മാനദണ്ഡം ധരിക്കുക എന്നതല്ല, ധരിക്കുക എന്ന ഉദ്ദേശത്തിൽ എടുത്തു വെക്കാന്നാണ്. അങ്ങനെ എത്ര കൊല്ലക്കാലം എടുത്തു വെച്ചാലും അതിന് സക്കാത്തില്ല എന്നാണ്. ഇപ്പോൾ ലോക്കറിൽ കൊണ്ടുപോയി വെച്ചിട്ടാള്, അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെച്ചിട്ടാള് ആഭരണം, അവിടെ ബാങ്കിൽ വെക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നെ പണയം വെക്കുമ്പോഴും ലോക്കറിൽ വെക്കുമ്പോഴെല്ലാം ഉദ്ദേശം എന്താ? ഇത് എടുത്തിട്ട് ധരിക്കണം എന്നാ ഉദ്ദേശം. അല്ല, ധരിക്കണ്ട എന്ന ഉദ്ദേശമാണെങ്കിൽ പണയം വെക്കേണ്ട ആവശ്യമില്ലല്ലോ, വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയാൽ പോരെ. അപ്പൊ അതുകൊണ്ട് തന്നെ ധരിക്കുക എന്ന ഉദ്ദേശമുള്ള കാലത്തോളം, അത് ബിൽഫിൽ ധരിക്കുന്നുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ധരിച്ചിട്ടില്ല, 10 കൊല്ലം എടുത്തു വെച്ചിട്ട് ഇതുവരെ ധരിച്ചിട്ടില്ല, അതൊന്നും പ്രശ്നമല്ല. ധരിക്കുക എന്ന ഉദ്ദേശത്തിൽ എത്ര കാലം എടുത്തു വെച്ചാലും സക്കാത്ത് വരുന്നില്ല. അതേസമയം ധരിക്കുക എന്ന ഉദ്ദേശം വിട്ടിട്ട് അതിനെ വിൽക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് മാറി, അപ്പൊ സക്കാത്ത് നിർബന്ധമാവും. അതിന് പണ്ഡിതന്മാർ വ്യക്തമായി പറഞ്ഞ ഒരു ഉദാഹരണമാണ്, ഇപ്പോ ഒരു 15 പവന്റെ മാല പൊട്ടി, എന്നത് നന്നാക്കണം എന്നുള്ള ഉദ്ദേശമല്ല,
മറിച്ച് എന്നെ വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലേക്ക് മാറി. അങ്ങനെ പൊട്ടിയിട്ട് അത് നന്നാക്കണം എന്ന ഉദ്ദേശം വിട്ടിട്ട് ഒരു വർഷക്കാലം ആ ആഭരണം അങ്ങനെ തന്നെ കിടന്നാലോ? അവിടെ സക്കാത്ത് നിർബന്ധമുണ്ട്. കാരണം എന്താ? ഇനി ആ ആഭരണം ധരിക്കുക എന്ന ഉദ്ദേശമില്ല, ഉദ്ദേശം വിട്ടു, അത് വിൽക്കുക എന്ന ഉദ്ദേശത്തിലേക്ക് മാറി. അല്ലെങ്കിൽ ഈ ആഭരണങ്ങൾ തന്നെ ചിലപ്പോൾ ചില ആളുകൾ ആഭരണങ്ങളിൽ ഉണ്ടാക്കി വെക്കും. എന്തിന്? സ്വർണത്തിന് ഇങ്ങനെ വില കൂടല്ലേ, അപ്പൊ കുറെ പൈസ എവിടുന്നോ കിട്ടി, ആ കിട്ടിയ പൈസ എല്ലാം കൂടി എന്താ ചെയ്യാ? അപ്പൊ ചില ആളുകൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും, ചില ആളുകൾ സ്ഥലം വാങ്ങിയിടും, ചില ആളുകൾ സ്വർണത്തിന് വില കൂടിയാ മറിച്ച് വിൽക്കാമല്ലോ എന്ന ഉദ്ദേശത്തിൽ എന്ത് ചെയ്തു? എല്ലാം കൂടി സ്വർണമാക്കി മാറ്റി വെച്ചു. അപ്പൊ അവിടെ ആ സ്വർണം വാങ്ങുന്ന ഉദ്ദേശം എന്തല്ല? പെണ്ണുങ്ങൾക്ക് ധരിക്കുക എന്നുള്ള ഉദ്ദേശമല്ല, മറിച്ച് വില കൂടുതൽ കിട്ടുമ്പോൾ വിൽക്കണം എന്ന ഉദ്ദേശം. അങ്ങനെയൊക്കെ ധരിക്കുക എന്ന ഉദ്ദേശം വിട്ടിട്ട് ഒരു നിക്ഷേപം, ഒരു സൂക്ഷിപ്പ് സ്വത്ത്, ഒരു ആസ്തി എന്ന നിലയിലേക്ക് മാറുമ്പോൾ 1 വർഷം കഴിഞ്ഞാൽ സക്കാത്ത് വരുന്നുണ്ട്. ഒരു വർഷം എടുത്തു വെച്ചാലേ സക്കാത്തുള്ളൂട്ടാ. 85 ഗ്രാമിനേക്കാൾ കൂടുതൽ 1 വർഷക്കാലം എടുത്തു വെച്ചാൽ സക്കാത്ത് ഉണ്ട്. പിന്നെ അവിടെ ചില ആളുകൾ മനസ്സിലാക്കിയത് 1 വർഷം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരട്ടം സക്കാത്ത് കൊടുത്താൽ തീർന്നതാണ്. അങ്ങനെയല്ല. 1 വർഷം എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ വർഷം കഴിയുമ്പോൾ ഒരട്ടം സക്കാത്ത് കൊടുക്കണം. പിന്നെ 2ാം വർഷം പിന്നെയും അത് എടുത്തു വെച്ചു, എന്നാ പിന്നെയും സക്കാത്ത് കൊടുക്കണം. അത് എല്ലാ സക്കാത്തും അങ്ങനെ തന്നെ. കച്ചവടത്തിന്റെ സക്കാത്ത് 1 കൊല്ലക്കാലം കൊടുത്തോ എനിക്ക് പിന്നെ അടുത്ത കൊല്ലം കൊടുക്കാതിരിക്കാൻ പറ്റൂല. അടുത്ത കൊല്ലം വീണ്ടും സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ട് കൊടുക്കണം. വർഷാവർഷം കൊടുക്കേണ്ടതാണ് ഇത് സക്കാത്ത്. അപ്പൊ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത്, ധരിക്കുക എന്ന ഉദ്ദേശത്തിലുള്ള ആഭരണങ്ങൾ അമിതമാവാതെ അനുവദനീയമാകുമ്പോൾ സക്കാത്തില്ല. പൊട്ടിയ ആഭരണങ്ങൾ അത് നന്നാക്കണമെന്ന ഉദ്ദേശമില്ലാതെ വർഷം എടുത്തു വെക്കുമ്പോൾ, അല്ലെങ്കിൽ ആഭരണങ്ങൾ തന്നെ നിക്ഷേപം, ഒരു സൂക്ഷിപ്പ് സ്വത്ത് എന്ന നിലക്ക്, ഒരു ആസ്തി എന്ന നിലക്ക് എടുത്തു വെക്കുമ്പോൾ സക്കാത്ത് വരുന്നുണ്ട്. ഇതാണ് ആഭരണവുമായി ബന്ധപ്പെട്ട സക്കാത്ത്. പിന്നെ അവിടെ ഈ ചെവിയിലും മൂക്കിലൊക്കെ ചെവി കുത്തുന്ന, മൂക്ക് കുത്തുന്ന പരിപാടികളുണ്ടല്ലോ, അത് പലരും ചോദിക്കുന്നതാണ്. സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട മസാലയാണ്. ഈ നാട്ടിലെ, പിന്നെ ഈ കർണാടകത്തെ ചില ഭാഗങ്ങളിലൊക്കെ മൂക്ക് കുത്തുന്ന ഒരു ഏർപ്പാടുമുണ്ട്. ചെവി കുത്തുന്ന ഏർപ്പാട് എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലുണ്ട്, കർണാടകത്തൊക്കെ ഉണ്ട്. ചെവി കുത്തുന്നതിനെ പറ്റി തൂഫൈൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ചെവി കുത്തൽ ഹലാലാണെന്നാണ്. ചില ആളുകൾ അതിനെ എതിർക്കുന്നുണ്ട്. കാരണം അനാവശ്യമായിട്ട് പെൺകുട്ടികളുടെ ചെവി കുത്തിയിട്ട് അവരെ വേദനിപ്പിക്കലല്ലേ എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജർ തങ്ങൾ അതിനെല്ലാം ഗണ്ണിച്ചു. കാരണം പെൺകുട്ടികൾ ചെവി കുത്തിയിട്ട് ചെവിയിൽ എന്തെങ്കിലും റിങ്ങോ മറ്റോ ഇടുമ്പോഴാണ് അവർക്കൊരു ഭംഗി. ആ ഭംഗിയാണ് അവരെ നല്ല പുതിയാപ്പിളമാരിലേക്ക് ആകർഷിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നല്ല പുതിയാപ്പിളയെ കിട്ടുക എന്നതൊരു നല്ല ഉദ്ദേശമല്ലേ? അപ്പൊ ആ ഉദ്ദേശത്തിൽ ചെറിയ വേദന സഹിക്കാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചെവി കുത്തൽ ശാഫി മതം അനുസരിച്ച് ഹലാലാണ് എന്നതാണ് പ്രബല അഭിപ്രായം. അതേസമയം മൂക്ക് കുത്തുന്നതോ ശാഫി മതം അനുസരിച്ച് മൂക്ക് കുത്തുന്നത് ഹറാമാണ്. കാരണം അതൊരു വ്യാപകമായി എല്ലാ സ്ഥലത്തും ഒരു ഭംഗിയായി കണക്കാക്കപ്പെടുന്നില്ല. ചില സ്ഥലങ്ങളിലെല്ലാം മൂക്ക് കുത്തുന്നത് ഒരു ഭംഗിയായി കൂട്ടുന്നുണ്ടെങ്കിലും ശാഫി മതം അനുസരിച്ച് മൂക്ക് ഓട്ട കുത്തിയിട്ട് ആഭരണം വെക്കുന്നത് ഹലാലല്ല. ഹനഫി മതബിൽ പിന്നെ അങ്ങനെ ഉണ്ട്. ഇബ്നു ആബിദീൻ തങ്ങളുടെ ആശയിൽ പറയുന്നുണ്ട്, ഹനഫിക്കാർക്ക് ഈ മൂക്ക് കുത്തുന്നത് ഒരു ഭംഗിയായി കണക്കാക്കപ്പെടുന്ന പ്രദേശത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് മൂക്ക് കുത്തൽ ഹലാലാണെന്ന് ഹനഫി മതബിലുണ്ട്. ഷാഫി മതം അനുസരിച്ച് ചെവി മാത്രമേ കുത്താൻ പറ്റുള്ളൂ. ഏത് കുത്താൻ പറ്റൂല? മൂക്ക് കുത്താൻ പറ്റൂല. മൂക്ക് കുത്തി ഓട്ടയാക്കിയിട്ട് ആഭരണം ധരിക്കുന്നത്, ആഭരണം ധരിക്കുന്നത് പ്രശ്നമായിട്ടല്ല, ആഭരണം ഓട്ടയിൽ ധരിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ആഭരണം ധരിക്കാൻ വേണ്ടിയിട്ട് മൂക്ക് ഓട്ട കുത്തുന്നത് ഹറാമാണ്. ശരിക്കും ഈ ചെവി ഓട്ട കുത്താന്നുള്ളത് അത് ആര് തുടങ്ങിയതാണ്? ഇബ്രാഹിം നബിന്റെ കാലത്ത് തുടങ്ങിയതാണ്. അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ചെവി ഓട്ട കുത്തുന്നത് ഇബ്രാഹിം നബിയുടെ കാലത്ത് തുടങ്ങിയതാണ്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനിക്ക് അദ്ദുറുൽ മൻസൂർ എന്ന് പറഞ്ഞിട്ടൊരു തഫ്സീറിന്റെ കിതാബുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ സാറാ ബീവി ഒരുപാട് കാലം അവരൊന്നിച്ച് ജീവിച്ചിട്ടും കുട്ടികളുണ്ടായില്ല, തീരെ മക്കളുണ്ടായില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ ഹാജറ ബീവിയെ ആർക്ക്, മറ്റേ സാറാ ബീവിക്ക് ഒരു രാജാവ് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോ ഹാജറ ബീവിയെ സാറമ്മ ആർക്ക് കൊടുത്തു? ഇബ്രാഹിം നബിക്ക് കൊടുത്തു. അങ്ങനെ ഹാജറ ബീവിയിലൂടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആർക്ക് കിട്ടി? ഇബ്രാഹിം നബിക്ക് കിട്ടി. അപ്പൊ സ്വാഭാവികമായിട്ടും സാറാ ബീവിയിലൂടെ ഇബ്രാഹിം നബിക്ക് ഒരു കുട്ടികളുണ്ടായില്ല. ഹാജറ ബീവിയിലൂടെയല്ലേ കുട്ടികളുണ്ടായത്. പെണ്ണുങ്ങളല്ലേ, മനസ്സിന്റെ ഉള്ളിലുള്ളൊരു അസൂയ ഉണ്ടാവല്ല. അപ്പോ സാറാ ബീവി അന്ന് സത്യം ചെയ്തു പോലും, ഞാൻ ഹാജറയുടെ 3 ഭാഗങ്ങൾ മുറിച്ചു മാറ്റും എന്ന് പറഞ്ഞിട്ട്.
അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിവരം പറഞ്ഞു. എന്റെ പെണ്ണുങ്ങളെ, ആജറാ ബീവി എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ വീട്ടിലെ ദാസിയാണ്, വെള്ളാട്ടിയാണ്, സേവകിയാണ്. അപ്പൊ 3 ഭാഗങ്ങൾ മുറിച്ചു മാറ്റുമെന്ന് സാറാ ബീവി സത്യം ചെയ്തു പോയി. അപ്പൊ ഈ വിവരം ഇബ്രാഹിം നബി അറിഞ്ഞപ്പോ സാറാ ബീബി വിളിച്ചു പറഞ്ഞു പോലും, എന്തിനാണ് ആ പെണ്ണിന്റെ 3 ഭാഗങ്ങൾ മുറിക്കുന്നത്? അവർ ഞാൻ സത്യം ചെയ്തു പോയല്ല. അപ്പൊ അതിനൊരു പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തതാണ് പോലും. നീ 3 ഭാഗം മുറിക്കുന്നല്ലേ സത്യം ചെയ്തത്, 2 ചെവിയുടെ ചെറിയൊരു ഭാഗം മുറിച്ചിട്ട് അവിടെ 2 ഓട്ടയാക്കി കൊടുത്തു. മറ്റൊന്ന് സ്ത്രീകൾക്ക് ഖിതാൻ ഉണ്ടല്ല, ശരിക്കും ആൺകുട്ടികളെ ചലാകർമ്മം ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും ഖിതാൻ ഉണ്ട്. ഹാജറ ബീവിയെ ഖിതാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അന്ന് പരിഹാരം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഹാജറ ബീവിയുടെ ചെവി ഓട്ട കുത്തിയപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു ഹാജറ ബീവിയോട്, നീ അവിടെ ചെവിയിൽ എന്തെങ്കിലും ഒരു റിങ്ങോ മറ്റോ തൂക്കിക്കോ, എന്നാ പിന്നെ ആ ഓട്ട എന്തായി മാറും, അതൊരു ഭംഗിയായി മാറും. അങ്ങനെയാണ് സ്ത്രീകൾ എന്ത് ധരിക്കാൻ വേണ്ടി തുടങ്ങിയത്? ഈ ചെവിയിൽ ഓട്ട കുത്തിയിട്ട് ആഭരണം ധരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ചെവിയിൽ ഓട്ട കുത്തിയിട്ട് ആഭരണം ധരിക്കുന്നതിന് ശറയിൽ പ്രശ്നമല്ല. അതേസമയം മൂക്ക് കുത്തിയിട്ട് ആഭരണം ധരിക്കുന്നത് ശറയിൽ പ്രശ്നമാണ്. ഇനി അവിടെ ആഭരണത്തിന്റെ സക്കാത്ത് കഴിഞ്ഞു. ഈ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഞാൻ അവസാനിപ്പിക്കുക. ഫിത്ർ സക്കാത്ത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ എങ്ങനെയാ ഫിത്ർ സക്കാത്ത് കൊടുക്കുക? വീട്ടിലെ ചെലവ് നോക്കുന്നയാള് അരി പലയിടത്തും ശേഖരിച്ചു കൊണ്ടുവരും അല്ലെ. ഷോപ്പിൽ പോയിട്ട് ഒരാൾക്ക് 3 കിലോ വെച്ച് കൊടുക്കണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ 10 ആളുള്ള വീടാണെങ്കിൽ 30 കിലോ അരി വാങ്ങിക്കൊണ്ടുവരും. വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതിന് ചിലപ്പോൾ ഒരു 10 കെട്ടാക്കും. എന്നിട്ട് ഒരു 10 വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെല്ലാം ഫിത്ർ സക്കാത്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്താ? ഒന്ന്, ഈ വീട്ടുനാഥൻ, വീട്ടിലെ ചെലവ് നോക്കുന്നയാള്, അയാള് ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോ അയാൾക്ക് നിയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവരുടെ അയാൾ നിയത്ത് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ അയാൾക്ക് നിയത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റിയവർ ആരിതൊക്കെയാ? അയാളെ സ്വന്തം ഫിത്ർ സക്കാത്ത് അയാൾക്ക് നിയത്ത് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഭാര്യൻ്റെത് അയാൾക്ക് നിയത്ത് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത മാതാപിതാക്കള്, അവര് ഫിത്ർ സക്കാത്ത് മക്കൾ കൊടുക്കാം. പ്രായപൂർത്തി എത്താത്ത ചെറിയ കുട്ടികൾ, അവരെ ഫിത്ർ സക്കാത്തും ഇയാൾക്ക് നിയത്ത് ചെയ്ത് കൊടുക്കാം. അതേസമയം പ്രായപൂർത്തി എത്തിയ അധ്വാന ശേഷിയുള്ള മക്കളുടെ ഫിത്ർ സക്കാത്ത് അവരെന്നെയാണ് കൊടുക്കേണ്ടത്. അത് വീട്ടിലെ ഉപ്പയാണ് കൊടുക്കുന്നതെങ്കിൽ, വീടണമെങ്കിൽ നിർബന്ധമായിട്ടും ആ മക്കളെ സമ്മതം വാങ്ങിയിരിക്കണം. സമ്മതമല്ലാതെ പ്രായപൂർത്തി എത്തിയ ഒരാളുടെ ഫിത്ർ സക്കാത്ത് മറ്റൊരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കൂല. ഇത് നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം ആളുകൾ ശ്രദ്ധിക്കുകയില്ല. ഇപ്പൊ 15ഉം 16ഉം വയസ്സുള്ള ആൺകുട്ടികൾ ഉണ്ടാവും വീട്ടിൽ. അവർ +2 പഠിക്കുന്നുണ്ടാവും, അവർക്ക് പണിയൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ജോലിക്ക് പോയി വരുന്നുണ്ടാവും. അവന്റെ ഫിത്ർ സക്കാത്ത് ആരാ കൊടുക്കുക? ഉപ്പ കൊടുക്കും. ആ ഉപ്പ കൊടുത്തത് വീടണമെങ്കിൽ ആ മോന് ഒന്നിരിക്കൽ ഉപ്പയെ ഏൽപ്പിക്കണം. എന്റെ ഫിത്ർ സക്കാത്ത് നിയത്ത് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തോളിന്ന് ഏൽപ്പിക്കണം. അല്ലെങ്കിൽ വാപ്പ ചോദിക്കണം, മോനെ നിന്റെ ഫിത്ർ സക്കാത്ത് ഞാൻ നിയത്ത് ചെയ്തിട്ട് കൊടുത്തോട്ടെ ചോദിക്കണം. അപ്പോൾ സമ്മതിക്കണം. ഇങ്ങനെ പ്രായപൂർത്തി എത്തിയ അധ്വാന ശേഷിയുള്ള മക്കൾ അവരെ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെ സമ്മതം വാങ്ങണം. അതുപോലെ തന്നെ ചെലവിന് കഴിവുള്ള, അതായത് സാമ്പത്തിക ശേഷിയുള്ള ഉപ്പാന്റെയും ഉമ്മാന്റെയും ഫിത്ർ സക്കാത്ത് അവരെ ബാധ്യതയാണ്, അത് മക്കൾക്ക് ബാധ്യതയല്ല. അപ്പൊ മോനാണ് അത് കൊടുക്കുന്നെങ്കിലോ അവിടെ നിർബന്ധമായിട്ടും ആ ഉപ്പാന്റെയും ഉമ്മാന്റെയും സമ്മതം വാങ്ങിയിരിക്കണം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നമാണ്, ഇപ്പോ ജ്യേഷ്ഠന്റെ ഭാര്യന്റെ ഫിത്ർ സക്കാത്ത്, അനിയന്റെ ഭാര്യന്റെ ഫിത്ർ സക്കാത്ത്, അവരെല്ലാം നമ്മളെ വീട്ടിലായിരിക്കും. ഇപ്പൊ നമ്മള് കൂട്ടത്തിൽ കൊടുക്കുമ്പോൾ അതെല്ലാം നമ്മൾ അങ്ങ് കൊടുക്കും. ശരിക്കും അവരെ ഫിത്ർ സക്കാത്ത് നമുക്കാ നിർബന്ധം? എന്റെ ഇക്കാക്കാന്റെ ഫിത്ർ സക്കാത്ത് ആയിരിക്കാൻ നിർബന്ധം? എന്റെ ഇക്കാക്കാണ്. അപ്പൊ ഓനാന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നിയത്ത് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോ അത് ഞാൻ ഏറ്റെടുത്തിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലോ എന്റെ ജ്യേഷ്ഠനോട് ഞാൻ സമ്മതം ചോദിക്കണം. നിന്റെയും നിന്റെ ഭാര്യന്റെയും നിന്റെ മക്കളെയും ഫിത്ർ സക്കാത്ത് ഞാൻ നിയത്ത് ചെയ്തിട്ട് കൊടുത്തോട്ടെ എന്ന് ഒറ്റ വാക്ക് ചോദിക്കാനേ ഉള്ളൂ. അങ്ങനെ ചോദിക്കാതെ നമുക്ക് നിർബന്ധമില്ലാത്ത മറ്റൊരാൾക്ക് നിർബന്ധമുള്ള, അവൻ നിയത്ത് ചെയ്തിട്ട് കൊടുത്താലേ വീടുള്ളൂ എന്ന നിലക്കുള്ള സക്കാത്തുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീടണമെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ സമ്മതം വാങ്ങിയിരിക്കണം. അല്ലാത്ത പക്ഷം ആ സക്കാത്ത് വീടൂല. ഇത് ഭൂരിഭാഗം ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ അങ്ങനെ കൊടുക്കുമ്പോൾ ഓരോരുത്തർക്ക് പ്രത്യേകം തൈനാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ 10 മക്കളുണ്ട്, ആ 10 മക്കളെ ഫിത്ർ സക്കാത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇത് മൂത്ത മോൻ്റെത്, ഇത് ഇളയ മോൻ്റെത്, ഇത് മറ്റേ മോൻ്റെത്, അങ്ങനെ തൈനാക്കേണ്ട ആവശ്യമൊന്നുമില്ല.
എല്ലാവർക്കും മതിയാവുന്നത്ര അരി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയാൽ ഏത് വിധത്തിലും കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ നീയത്ത് ഓരോരുത്തർക്കും അവനവൻ വെക്കണം. അല്ലെങ്കിൽ നീയത്ത് വെക്കാൻ പറ്റിയ മറ്റൊരാളെ വിതരണ സമയത്ത് നിർബന്ധമായിട്ടും ഏൽപ്പിച്ചിരിക്കണം. പിന്നെ കിട്ടിയ അരി ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റുമോ? റേഷനറി ഫിത്ർ സക്കാത്തായി കൊടുക്കാൻ പറ്റുമോ? കിട്ടിയ അരി ഫിത്ർ സക്കാത്തായി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന്. നമുക്ക് ഫിത്ർ സക്കാത്തിന് വാങ്ങാനുള്ള അവകാശമുണ്ട്. നമ്മൾ ഫക്കീർ മിസ്കിനാണ്. അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരാൾ 3 കിലോ ഫിത്ർ സക്കാത്തിന് അരി കൊണ്ടുവന്ന് തന്നു. നമ്മളാണെങ്കിലോ വേറെ ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാനുള്ള ആളാണ് താനും. എന്നാൽ ആ കിട്ടിയ അരി എന്തായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ റേഷനറി, അതും അരി തന്നെയാണല്ലോ. റേഷനറി ഫിത്ർ സക്കാത്തായിട്ട് കൊടുക്കാം, അതിനും പ്രശ്നമല്ല. എന്നാലും മുന്തിയ അരി ഫിത്ർ സക്കാത്തായി കൊടുക്കുന്നതാണ് നല്ലത്. മുന്തിയ അരി എന്ന് പറയുമ്പോൾ ബിരിയാണി അരി പറ്റുമോ, നെയ്ച്ചോറ് അരി പറ്റുമോ? അതിനും പ്രശ്നമല്ല, കുഴപ്പമൊന്നുമില്ല. ബിരിയാണി അരിയും കൊടുക്കാം, നെയ്ച്ചോറ് അരിയും കൊടുക്കാം. എൻ്റെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഫിത്ർ സക്കാത്തിന്റെ ഒരു വില ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇങ്ങനത്തെ നെയ്ച്ചോറിന്റെ അരിയാ ബിരിയാണി അരി ഏറ്റവും വാങ്ങി കൊടുക്കണം. ഈ അരി ആളുകൾക്ക് കിട്ടും, ഇതിനോടൊരു വിലയില്ലല്ല. ശരിക്കും അള്ളാഹുവും റസൂലും ഫിത്ർ സക്കാത്ത് ശറാക്കിയത് കിട്ടുന്ന ആളുകൾക്ക് വലിയ സന്തോഷവും കൊസിയും ഉണ്ടാവാനാ. ഇത് കിട്ടുന്ന ആളുകൾക്ക് തന്നെ ഒരു അരോചകമാണ്. എത്ര അരി ഉണ്ട്, പിന്നെയും അരി കൊണ്ടു തരുന്നത്. നമ്മളിപ്പോ ഫിത്ർ സക്കാത്ത് വാങ്ങാൻ മാത്രം ഒന്നിനും പറ്റാത്തവരാ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ചെറിയ പൈസന്റെ അരി വാങ്ങിക്കൊണ്ടു കൊടുത്തിട്ടാണ്. നല്ല 120 റുപ്യ 150 റുപ്യയിലുള്ള നല്ല മുന്തിയ അരി വാങ്ങിക്കൊണ്ടു കൊടുത്തു നോക്കി. അപ്പൊ കിട്ടുന്നവർക്ക് അതിനോടൊരു വില ഉണ്ടാവും. അപ്പൊ അങ്ങനെ നെയ്ച്ചോറിന്റെ അരിയ, അതേപോലെ തന്നെ ബിരിയാണിന്റെ അരിയ, ഇതൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ അവിടെ വല്യുപ്പമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ബുഗിയത്തുൽ മുസ്തർശിദീൻ. അതിപ്പോ നമ്മളെ നാട്ടിലെല്ലാം ഉണ്ടാവും. ചിലപ്പോ വല്യുപ്പയാണ് വീട്ടിലുള്ളത്, വല്യുപ്പാന്റെ മകൻ ഗൾഫിലാണ്. അപ്പൊ ഈ ഗൾഫിലുള്ള മകന്റെ ഫിത്ർ സക്കാത്തും അതേപോലെ തന്നെ ആ മകന്റെ ഭാര്യന്റെ ഫിത്ർ സക്കാത്തും ഭാര്യന്റെ പിന്നെ ആ മകന്റെ മക്കള്, അതായത് ഈ വല്യുപ്പാന്റെ പേരക്കുട്ടികൾ, ഇവരെ ഫിത്ർ സക്കാത്തൊക്കെ ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വല്യുപ്പ ചിലപ്പോൾ കൊടുക്കും. അങ്ങനെ കൊടുത്താൽ മതിയാവണമെങ്കിൽ നിർബന്ധമായിട്ടും ഗൾഫിലുള്ള മകൻ ഈ വല്യുപ്പാനെ വിളിച്ചേൽപ്പിക്കണം. ഉപ്പ, നിങ്ങൾ ശരിക്കും ഗൾഫിലുള്ള ആളുകൾ ഫിത്ർ സക്കാത്ത് അവിടെ തന്നെ കൊടുക്കണം എന്നാണ്. അവിടെ പിന്നെ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ അന്യനാട്ടിൽ കൊടുക്കാൻ പറ്റുമെന്ന് ഷാഫി മദബിൽ തന്നെ അഭിപ്രായമുണ്ട്. അത് വെച്ചിട്ട് നാട്ടിൽ കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. അങ്ങനെ ഏൽപ്പിക്കണം. ഏൽപ്പിക്കാതെ വാപ്പ തന്നെ ഇങ്ങനെ വിചാരിച്ചു, മോന്റെയും മോന്റെ ഭാര്യന്റെയും മോന്റെ മക്കളുടെയൊക്കെ ഞാൻ തന്നെ എന്റെ സ്വന്തം പൈസ കൊണ്ട് ഫിത്ർ സക്കാത്ത് വാങ്ങിയിട്ട് കൊടുത്തോട്ടെ. അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്വന്തം പൈസ കൊണ്ട് തന്നെ കൊടുക്കാം. പക്ഷെ കൊടുക്കുമ്പോൾ അത് മകൻ നിയ്യത്ത് ചെയ്ത് കൊടുക്കേണ്ടതല്ലേ? ആ നിയ്യത്ത് ചെയ്യാൻ പറ്റി മകൻ നിയ്യത്ത് ചെയ്യാൻ അർഹനായിരിക്കെ നമ്മളത് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും മക്കളിൽ നിന്ന് വാങ്ങണം, വക്കാലത്ത് വാങ്ങണം, സമ്മതം വാങ്ങണം. സമ്മതം കിട്ടിയിട്ടുണ്ടെങ്കിൽ വല്യുപ്പാക്ക് മകന്റെയും മകന്റെ ഭാര്യയുടെയും പേരക്കുട്ടികളുടെ ഒക്കെ എന്ത് ചെയ്യാം, ഫിത്ർ സക്കാത്ത് നിയ്യത്ത് ചെയ്തിട്ട് കൊടുക്കാം. മതിയല്ലോ സാഹിബ്? പിന്നെന്താണ് ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടൊന്നും പറയാനില്ലല്ലോ. പിന്നെ കച്ചവടത്തിന്റെ സക്കാത്ത് ഞാൻ ചെറുങ്ങനെ സൂചിപ്പിച്ചിരുന്നു. കച്ചവടമുള്ള ആളുകൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം. ഒരാൾ കച്ചവടം തുടങ്ങിയിട്ട്, ഏത് കച്ചവടമാണെങ്കിലും കച്ചവടം തുടങ്ങിയിട്ട് 1 വർഷം തികയുമ്പോൾ ഈ കച്ചവടക്കാരെല്ലാം അവർ കച്ചവടം തുടങ്ങുന്ന അറബി ഡേറ്റ് നിർബന്ധമായും കുറിച്ചു വെക്കണം. ഏത് ഡേറ്റിലാണ് കച്ചവടം തുടങ്ങിയത്? കച്ചവടം തുടങ്ങാന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ ഉദ്ഘാടനമല്ല കൂട്ടുന്നത്. കച്ചവടം ഉദ്ദേശത്തിൽ അയാൾ ആദ്യമായിട്ട് എപ്പോഴാണോ സാധനം ഇറക്കിയത് ആ സാധനം ഇറക്കിയ ഡേറ്റാണ് കൂട്ടേണ്ടത്. സാധനം ഇറക്കിയ ഡേറ്റ് കൂട്ടി ആ ഡേറ്റ് അടുത്ത വർഷം വരുമ്പോൾ അയാളുടെ ഷോപ്പിലുള്ള എല്ലാ വസ്തുക്കളും വിൽപ്പന ഉദ്ദേശത്തുള്ള വസ്തുക്കൾ, ചിലപ്പോൾ പീടികയിൽ എന്തുണ്ടാവും, മറ്റേ മേശ ഉണ്ടാവും, അല്ലെങ്കിൽ ഫർണിച്ചർ ഉണ്ടാവും, AC ഉണ്ടാവും, ഫ്രിഡ്ജ് ഉണ്ടാവും. അതൊന്നും വിൽപ്പനക്കുള്ളതല്ല. വിൽപ്പന ഉദ്ദേശത്തിൽ വാങ്ങി വെച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളുടെയും അന്ന് വിറ്റാൽ കിട്ടുന്ന മാർക്കറ്റ് റേറ്റ്, നമ്മൾ ഹോൾസെയിൽ റേറ്റ് അല്ല, അന്ന് വിറ്റാൽ കിട്ടുന്ന മാർക്കറ്റ് റേറ്റ് അവിടെ എഴുതി വെക്കണം. അതേപോലെ തന്നെ 1 വർഷത്തിനിടയിൽ എത്രയോ അയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും, പ്രോഫിറ്റ്. അതെല്ലാം കൂടി അയാൾ ചെലവാക്കി തീർത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒന്നും കണക്കാവശ്യമില്ല, അതെല്ലാം തീരട്ടെ. ലാഭങ്ങൾ കൂട്ടത്തിൽ നിന്ന് വർഷം തികയുമ്പോൾ ചെലവാവാതെ കയ്യിലിരിപ്പുള്ള സംഖ്യ അതും കൂട്ടണം. കച്ചവടവുമായി ബന്ധപ്പെട്ട് ആരെല്ലോ കടം കൊണ്ടുപോയിട്ടുണ്ടാവും, അത് കിട്ടുമെന്ന് പ്രതീക്ഷയുള്ള കടങ്ങളാണെങ്കിൽ അതും കൂടി കൂട്ടണം. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമാകുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഏകദേശം 595 ഗ്രാം വെള്ളിക്ക് ഒരു 1,80,000 1,80,000 വരും.
അപ്പൊ 2 ലക്ഷത്തിനടുത്ത് നമ്മളെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ ഉള്ളതിന്റെ 2% പൈസയായിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നവന് എന്ത് കൊടുത്തിട്ട് കാര്യമില്ല, കുറച്ച് ചരക്കുകൾ, സാധനങ്ങൾ സക്കാത്തായി കൊടുത്തിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ മറ്റു സക്കാത്ത് കൊടുക്കുന്നവർ, ഇപ്പൊ സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, അതേപോലെ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, അതൊക്കെ വില കൊടുത്തിട്ടും കാര്യമില്ല. ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നവൻ അരി തന്നെ കൊടുക്കണം, അതിന്റെ മൂല്യം കൊടുത്തിട്ട് കാര്യമില്ല. സ്വർണത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നവൻ സ്വർണം തന്നെ കൊടുക്കണം, അതിന് പകരം ആ സ്വർണത്തിന്റെ വില, അതിന്റെ പൈസ സക്കാത്തായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പൊ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കുന്നവൻ മൂല്യം തന്നെ കൊടുക്കണം, സാധനം കൊടുത്തിട്ട് കാര്യമില്ല. കച്ചവടം അല്ലാത്ത സക്കാത്ത് കൊടുക്കുന്നവൻ അവിടെ മൂല്യം കൊടുത്തിട്ട് കാര്യമില്ല, സാധനം തന്നെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ കച്ചവടത്തിന്റെ സക്കാത്ത് ഓരോ വർഷവും കൂട്ടണം. അതേസമയം ഈ ചെറിയ കച്ചവടക്കാർക്കൊന്നും സക്കാത്ത് ഉണ്ടാവില്ല. ഇപ്പൊ സ്റ്റോക്ക് എടുപ്പ് നടത്തി 1 വർഷം കഴിയുമ്പോഴത്തേക്കും എല്ലാ സാധനം കൂടി കൂട്ടിയാലും ഓന്റെ കടയിൽ ഒരു 1 ലക്ഷം റുപ്യന്റെ സാധനം ഉണ്ടാവുള്ളൂ, അതിന് സക്കാത്തില്ല. ഈ കട എന്ന് പറഞ്ഞാല് അവിടെ കിതാബിൽ പറയുന്നുണ്ട്, സാധനം വാങ്ങിയിട്ട് അതുപോലെ വിൽക്കുന്നവനിക്ക് മാത്രമല്ല സക്കാത്ത് വരിക. ഇപ്പൊ എന്നോട് ഇന്ന് രാവിലെ ഒരാൾ ചോദിച്ചു, ഫർണിച്ചർ കടക്കാർക്ക് സക്കാത്ത് ഉണ്ടാവുമോ എന്ന്. ഓന്റെ പരിപാടി എന്താ, പലയിടത്തും മരം ഇറക്കുക, എന്നിട്ട് അതിനെ ഫർണിച്ചർ ആക്കിയിട്ട് വിൽക്കുക. അവർക്കും സക്കാത്ത് ഉണ്ടാവും. കാരണം ഈ മരം അതിന്റെ ഹഖീഖത്ത് മാറിയിട്ട് എന്താവുന്നില്ലല്ല, വേറൊരു സാധനം ആവുന്നില്ല, അതിൽ ഫർണിച്ചറായി മാറുന്നല്ലേ ഉള്ളൂ. അപ്പോ വർഷം തികയുമ്പോൾ വിൽപ്പന എന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കി വെച്ച എല്ലാ ഫർണിച്ചറിന്റെയും വില കൂട്ടണം. ഇനി ആ മരം, ഇപ്പോ നിലവിൽ വാങ്ങി വെച്ചിരിക്കുന്ന മരങ്ങളെല്ലാം ഫർണിച്ചർ ആയാൽ എന്ത് വില കിട്ടും, അതുകൂടി കൂട്ടിയിട്ട് സക്കാത്ത് കൊടുക്കണം. കാരണം അവിടെ മരത്തിന്റെ ഹഖീഖത്ത് മാറുന്നില്ല. ഇപ്പൊ കിതാബിൽ പറഞ്ഞല്ല, ഒരാൾ എള്ള് വാങ്ങിയിട്ട് അതിനെ എണ്ണയാക്കിയിട്ട് വിൽക്കാം, അങ്ങനെയാണെങ്കിൽ നിർബന്ധമായിട്ടും സക്കാത്ത് ഉണ്ട്. അപ്പൊ നിലവിൽ 1 വർഷം തികയുന്ന അന്നുള്ള എണ്ണയുടെയും അതേപോലെ തന്നെ ഈ എള്ളുകളെല്ലാം എണ്ണയാക്കിയാൽ കിട്ടുന്ന വിലയും രണ്ടും കൂടി കൂട്ടിയിട്ട് എത്ര ഉണ്ട് നോക്കിയിട്ട് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഹോട്ടലുകാർക്ക് സക്കാത്ത് വരും, കൂൾബാർക്ക് സക്കാത്ത് വരും. കാരണം കൂൾബാർ എന്താ ചെയ്യുന്നത്, അവര് ഫ്രൂട്ട്സ് വാങ്ങുന്നു, അതിന് ജ്യൂസ് ആക്കിയിട്ട് വിൽക്കുന്നു. അപ്പൊ വർഷം തികയുന്ന അന്ന് എല്ലാ ഫ്രൂട്ട്സും അന്ന് ജ്യൂസ് ആക്കിയിട്ട് വിറ്റാൽ 1,80,000 റുപ്യന്റെ എത്ര വേണം, എന്നാലേ സക്കാത്തുള്ളൂ. ചെറിയ കൂൾബാറുകാർക്കൊന്നും സക്കാത്ത് വരൂല. ഹോട്ടലും അങ്ങനെ തന്നെ. ഹോട്ടലുകാർ എന്താ ചെയ്യുന്നത്, അരി വാങ്ങിയിട്ട് അതിനെ ബിരിയാണി ആക്കി വിൽക്കുന്നു, മൈദ വാങ്ങിയിട്ട് പൊറോട്ടയാക്കി വിൽക്കുന്നു. അപ്പോ വർഷം തികയുന്നെന്ന് ഉള്ള മൈദ എല്ലാം കൂടി പൊറോട്ടയാക്കി വിറ്റാൽ, അരിയെല്ലാം കൂടി ബിരിയാണി ആക്കി വിറ്റാൽ, അതേപോലെ തന്നെ അന്ന് ഉണ്ടാക്കി വെച്ച ഫുഡ് ഇതെല്ലാം കൂടി കൂട്ടും 595 ഗ്രാം വെള്ളിയുടെ വില ഏകദേശം 2 ലക്ഷം റുപ്യന്റെ സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ സക്കാത്ത് വരും. അതേസമയം ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ടാവും, ചില ഗൂഡുപീടിയക്കാര്, മീൻ കച്ചവടക്കാര്, അങ്ങനത്തെ ചെറിയ ചെറിയ ഫ്രൂട്ട്സിന്റെ കടക്കാര്, അവർക്കൊന്നും ചിലപ്പോൾ സക്കാത്ത് വന്നോളുന്നില്ല. ഹഖീഖത്ത് മാറുന്നുണ്ടെങ്കിൽ സക്കാത്തും ഇല്ല കേട്ടാ. അതിന്റെ ഉദാഹരണം പറഞ്ഞത് എങ്ങനെയാണ്, ഒരാള് കോഴിമുട്ട വാങ്ങിയിട്ട് കോഴി കുഞ്ഞാക്കിയിട്ട് വിൽക്കുന്നുണ്ട്, അവർക്ക് സക്കാത്ത് വരൂല. കാരണം വാങ്ങുന്നത് ഒരു സാധനം, വിൽക്കുന്നത് വേറൊരു സാധനം. വിത്ത് വാങ്ങിയിട്ട് അയാൾ എന്താക്കുന്നതിനെ ചെടികളാക്കിയിട്ട് വിൽക്കുന്നു, അങ്ങനത്തെവർക്കൊന്നും സക്കാത്ത് വരൂല. അതേപോലെ തന്നെ വാടകക്കാർക്കൊന്നും സക്കാത്തില്ല എന്നാണ് അല്ലെ. ഇപ്പൊ വലിയ വലിയ ഫ്ലാറ്റെല്ലാം ഉള്ളവരുണ്ടാവും, ഫ്ലാറ്റിലുള്ളവർക്ക് വേണ്ടി എത്ര മാസത്തിൽ വരുമാനം ഉണ്ടാവും, അവർക്ക് ആ വാടക കയ്യിൽ വെച്ചിട്ട് 595 ഗ്രാം വെള്ളിയുടെ വില വരികയും 1 വർഷം വരികയും ചെയ്താൽ വാടകക്ക് സക്കാത്തുണ്ട്. വാടകയായിട്ട് കിട്ടിയതിന്, ഈ വാടക കൊടുക്കുന്ന ഫ്ലാറ്റിന് സക്കാത്തില്ല. വാടക സ്റ്റാൾ ഉണ്ടാവും, കസാലയും ബെഞ്ചും, ഇതെല്ലാം വാടകൻ്റെതല്ലേ, ഇവർക്കൊന്നും സക്കാത്ത് വരൂല. അവർക്ക് കിട്ടിയ വാടക 595 ഗ്രാം വെള്ളിയുടെ വില എത്തുകയും അത് 1 വർഷം എടുത്തു വെക്കുകയും ചെയ്താൽ പൈസന് സക്കാത്ത് ഉണ്ടാവുമെന്നല്ലാതെ വാടകക്ക് സക്കാത്തില്ല, സർവീസുകൾക്ക് സക്കാത്തില്ല, വീട്ടിലുണ്ടാക്കുന്ന തേങ്ങക്കും മാങ്ങാക്കൊന്നും സക്കാത്തില്ല. മീൻ കച്ചവടക്കാർക്ക് സക്കാത്ത് ഉണ്ടാവും. എങ്ങനെയെന്നറിയോ, ഇപ്പൊ മീൻ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുന്നവരുണ്ടല്ല, ബോട്ടുകാര്, അവർക്ക് സക്കാത്തില്ല. കാരണം അവരത് ഫ്രീ ആയിട്ട് വാങ്ങിയതാണ്. നമ്മളൊരു സ്ഥലത്ത് നിന്ന് പൈസ കൊടുത്തിട്ട് വാങ്ങിയിട്ട് മറിച്ച് വിൽക്കുമ്പോഴേ സക്കാത്ത് വരുന്നുള്ളൂ. മീൻ പിടിക്കുന്ന ആളുകൾ കടലിൽ നിന്ന് ഫ്രീ ആയിട്ടാണ് പിടിക്കുന്നത്. അതിന്റെ വേറൊരു ഉദാഹരണം കിതാബിൽ പറയുന്നത്, കാട്ടിൽ പോയിട്ട് ഒരാൾ വിറക് വെട്ടിക്കൊണ്ട് വന്നിട്ട് അത് വിൽപ്പന നടത്തുന്നു, അവർക്ക് സക്കാത്തില്ല. അതേസമയം ബോട്ടുകാരെന്ന് വാങ്ങിയിട്ട് അത് മറിച്ച് വിൽക്കുന്നവരുണ്ടാവും, അവർക്ക് സക്കാത്ത് വരും. അതായത് വർഷം തികയുന്ന അന്ന്. പിന്നെ അതിന്റെ ഇടയിലെല്ലാം ഈ കൊല്ലമുറി എന്നൊരു പ്രശ്നം ഉണ്ട് കേട്ടാ. ഈ മീൻകാര കച്ചവടം എല്ലാം പറയുന്നുണ്ട്, ആ ഒരു ദിവസം കൊണ്ട് സാധനം ഫുള്ളായി വിറ്റഴിഞ്ഞ് തീരും. അങ്ങനെ വർഷത്തിനിടയിൽ സാധനം ഫുള്ളായി വിറ്റഴിഞ്ഞ് തീരുന്ന ചില കച്ചവടക്കാരുണ്ട്. ഇപ്പൊ മീൻ കച്ചവടക്കാര്, ഹോട്ടലുകാര് അല്ലെ, ഒരു ദിവസം ചില റമദാനിലെല്ലാം പൂർണ്ണമായി കട അടച്ചിടുന്ന ഹോട്ടലുകാരുണ്ട്. അവർക്കെല്ലാം സാധനം ഫുള്ളായി വിറ്റഴിഞ്ഞ് തീർന്നു, ചരക്ക് മുഴുവനും പൈസയായി മാറി. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സാധനം മുഴുവനും വിറ്റ് കിട്ടുന്ന പൈസ 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമാവുകയും അതേ പൈസ കൊണ്ട് അടുത്ത സാധനം വാങ്ങി
ബാക്കിയും ചെയ്തിട്ടുണ്ടെങ്കിലാണ് സക്കാത്ത് നിർബന്ധമാവുക. അതേസമയം ഓന് രാവിലെ 5000 റുപ്യ മീൻ എടുത്ത് കൊടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിറ്റ് തീരുന്നു എന്നുണ്ടെങ്കിൽ ഓൻ രാവിലെ ആ കച്ചവടത്തിന്റെ കൊല്ലം തുടങ്ങിയതാണ്, വൈകുന്നേരത്താകുമ്പോൾ കൊല്ലം അവസാനിച്ചു. അങ്ങനത്തെ കച്ചവടക്കാരാണ്. അപ്പൊ ഈ സാധനം പൂർണ്ണമായി വിറ്റ് കഴിഞ്ഞ് പോകുമ്പോൾ ആ വിറ്റ് കിട്ടുന്ന പൈസ 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് തുല്യമായി ഒരു വർഷക്കാലം തുടർന്നുണ്ടെങ്കിലേ അവിടെ സക്കാത്തുള്ളൂ. അതിനേക്കാളും കുറഞ്ഞ പൈസക്ക് വിറ്റ് പോകുന്ന ആളുകൾക്കൊന്നും സക്കാത്തില്ല. അതുകൊണ്ട് ചെറുകിട കച്ചവടക്കാർക്കൊന്നും പൊതുവെ സക്കാത്ത് വരാൻ സാധ്യതയില്ല. ഇനിയും സക്കാത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാം ഉണ്ടാ? ചെടിയല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞു. അതായത് ഹഖീഖത്ത് ചെടി തന്നെ വാങ്ങിയിട്ട് ചെടി വലുതാക്കിയിട്ട് വിൽക്കുന്ന ആളുകൾക്ക് സക്കാത്ത് ഉണ്ടാവും. അതേസമയം വിത്ത് വാങ്ങിയിട്ട് ചെടിയാക്കി വിൽക്കുന്ന ആളുകൾക്ക് സക്കാത്തില്ല. കാരണം വിത്തിന്റെ ഹഖീഖത്ത് തന്നെ മാറി, എന്തായി പോയി, ചെടിയായിട്ട് മാറി. അതിന് വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. കോഴി ചെറിയ കാടക്കോഴി വാങ്ങിയിട്ട് വലിയ കാടക്കോഴി ആക്കിയിട്ട് വിൽക്കുന്നവരുണ്ട്, അവർക്ക് സക്കാത്ത് വരും. അതേസമയം കാട മുട്ട വാങ്ങിയിട്ട് വിരിയിപ്പിച്ചിട്ട് വിൽക്കുന്നവരുണ്ട്, അവർക്ക് സക്കാത്ത് വരും. കാരണം ഹഖീഖത്ത് മാറി, സാധനം തന്നെ മാറി. സ്റ്റോക്ക് ഉണ്ട്, 10 ദിവസം കടമുണ്ട്, കൊടുക്കാറുണ്ട്. നല്ലൊരു ചോദ്യം. അതായത് ഫിത്ർ സക്കാത്തല്ലാത്ത ഒരു സക്കാത്തിനെയും കടം തടയുന്നില്ല എന്നാണ്. ഇപ്പൊ ചിലപ്പോ കച്ചവടം തുടങ്ങിയിട്ട് വർഷം കഴിഞ്ഞാലും അവര് കച്ചവടം തുടങ്ങുമ്പോൾ വാങ്ങിയ കടം വീട്ടിയിട്ടുണ്ടാവില്ല. നിലവിൽ കച്ചവടം നഷ്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്ന് പറയുന്നത് നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. 595 ഗ്രാം വെള്ളിയുടെ വിലക്കുള്ള സാധനം നിന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വർഷം കഴിയുമ്പോൾ നീ സക്കാത്ത് കൊടുത്തിരിക്കണം. നിന്റെ കടം നിന്റെ ആസ്തിയേക്കാൾ കൂടുതലാണെങ്കിൽ വരെ വൈനിസ്തകരത്തെയും ഒരാൾക്ക് 5 ലക്ഷം റുപ്യന്റെ സ്റ്റോക്ക് സാധനം ഉണ്ട്, അവന്റെ കടം 10 ലക്ഷമാണ്, എന്നാലും സക്കാത്ത് ഒഴിവാകും. സക്കാത്ത് കടം ഒരു സക്കാത്തിനെയും തടയുന്നില്ല. എത്ര കടക്കാരനാണെങ്കിലും അവൻ സക്കാത്ത് കൊടുത്തിരിക്കണം. അതേസമയം ഫിത്ർ സക്കാത്ത് മാത്രം കൊടുക്കണമെങ്കിൽ കടം കൂടി കഴിച്ചിട്ട് ബാക്കിയുള്ളവൻ കൊടുത്താൽ മതി. അപ്പോ കടം തടയുന്നത് ഫിത്ർ സക്കാത്തിന് മാത്രമാണ്, മറ്റുള്ള ഒരു സക്കാത്തിനും കടം തടസ്സമല്ല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് ധനികരുടെ ബാധ്യതയല്ല, നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. ആ ധനമുള്ളവർ കടക്കാരനാണെങ്കിലും ഫക്കീറാണെങ്കിലും സക്കാത്ത് കൊടുത്തിരിക്കണം. കുറിക്ക് സക്കാത്തുണ്ട്, കുറിന്റെ സക്കാത്തൊരു മുഷ്കിലാണ്. അതായത് ഇപ്പൊ ഈ ചില ആളുകൾക്കില്ലേ പൈസ ഇങ്ങനെ മാസാമാസം ശമ്പളമായിട്ട് അക്കൗണ്ടിൽ വീണവരുണ്ടാവും, അല്ലെങ്കിൽ കുറിക്ക് ഇങ്ങനെ അടക്കുന്നവരുണ്ടാവും, അല്ലെ? അവരുടെ സക്കാത്ത് എങ്ങനെയാ കൊടുക്കേണ്ടത്? ഇപ്പൊ കുറിയുടെ സക്കാത്ത് നമ്മള് ഇപ്പത്തെ ഈ കണക്കിലൊന്നും ചെറിയ കുറിക്കൊന്നും സക്കാത്തില്ല, വലിയ കുറിക്ക് സക്കാത്തില്ല. അവർക്കൊന്നും സക്കാത്തുമില്ല, ബിൽഡിംഗ് ഉണ്ടാക്കി ചോദിക്കും. പക്ഷെ ഈ സക്കാത്തില്ലാന്ന് പറയുമ്പോൾ നമ്മൾ സമാധാനിക്കാനില്ല കേട്ടോ. സക്കാത്ത് എന്ന് പറയുന്നത് മുതലാളിമാരുടെ മാത്രം ബാധ്യതയല്ല, ഫക്കീർമാരുടെ ബാധ്യതയാണ്. മുതലാളിമാരുടെ ബാധ്യത ഞാൻ ഒരു ദിവസം കൂടെ വയലാന്ന് പറഞ്ഞിരുന്നു. അതായത് എനിക്കും എന്റെ ഫാമിലിക്കും ഒരു വർഷക്കാലം ജീവിക്കാൻ ആവശ്യമുള്ള സമ്പാദ്യം കഴിഞ്ഞ് ബാക്കിയുള്ളവൻ നിർബന്ധമായിട്ടും സാമൂഹ്യ സേവനങ്ങൾ ചെയ്യണം. പാവപ്പെട്ടവർക്ക് സംഭാവന കൊടുക്കണം, രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കണം, ഇങ്ങനെയുള്ള വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കണം. സക്കാത്തില്ല എന്നതുകൊണ്ട് ഓൻ സലാമത്തായി അള്ളാഹുവിനെ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതാൻ പാടില്ല. മുതലാളിമാർക്ക് വേറെ ബാധ്യതയുണ്ട്. ഇപ്പൊ സക്കാത്തിനെ പറ്റി പറഞ്ഞതാണ്. സക്കാത്ത് ചില നിശ്ചിത ധനങ്ങളിലേ ഉള്ളൂ. അതിപ്പോ തോട്ടക്കാർക്ക് സക്കാത്തില്ലല്ല. തോട്ടക്കാർ എത്ര വലിയ മുതലാളിമാരുണ്ട്. ഒരാൾക്ക് 10 ഏക്കർ തോട്ടമുണ്ട്, അയാൾക്ക് ഒരു മാസത്തിൽ ഒരു കോടി വരുമാനമുണ്ട്, എന്നാലും ഒരാൾക്ക് സക്കാത്തില്ല. കാരണം അടക്കാക്കും തേങ്ങാക്കും സക്കാത്തില്ല. ആണിന്റെ മുതലാളിയാണ്, എന്നാലും സക്കാത്തില്ല. ആടുള്ളവൻ സക്കാത്ത് കൊടുക്കുക. നിങ്ങൾ ആലോചിക്കണം, ഒരു വീട്ടിൽ 10 ആനുണ്ട്, 10 ആടുണ്ട്, എന്നാല് ആടുള്ളവൻ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. 40 ആടുള്ളവൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് എന്ന് പറയുന്നത് നിശ്ചിത ധനത്തിന്റെ ബാധ്യതയാണ്. അത് ധനികരുടെ ബാധ്യതയല്ല, പൈസക്കാരുടെ ബാധ്യതയല്ല. ഈ ധനമുള്ളവൻ സക്കാത്ത് കൊടുക്കണം. ധനികരുടെ ബാധ്യത എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്കും എന്റെ ഫാമിലിക്കും ജീവിക്കാൻ ആവശ്യമുള്ള ഒരു വർഷത്തെ ആസ്തി കഴിഞ്ഞിട്ട് എന്തുണ്ടെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും നാട്ടിലെ ഫക്കീർമാരെ സഹായിക്കണം, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കാൻ സഹായിക്കണം, മരുന്ന് വാങ്ങി കൊടുക്കണം, അതൊക്കെ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ വലിയ വലിയ ഫ്ലാറ്റെല്ലാം കെട്ടിയിട്ട് ചിലപ്പോ മാസത്തിൽ തന്നെ വലിയ വരുമാനമുള്ളവരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും സക്കാത്ത് വരുന്നില്ല. വാടകക്കൊന്നും സക്കാത്തില്ല. വാടകക്ക് സക്കാത്ത് വരുന്നത് ഒരൊറ്റ രൂപത്തിൽ മാത്രം, മേൽവാടകക്ക് സക്കാത്തുണ്ട്. മേൽവാടക പറഞ്ഞാൽ ഈ ഗൾഫിലെല്ലാം ഉണ്ട്. വലിയ ഒരു ഫ്ലാറ്റ് ഞാൻ വാടക കൊടുക്കും, എന്നിട്ട് അതിലെ ഓരോ സിംഗിൾ റൂമും ഞാൻ മറിച്ച് വാടക കൊടുക്കും. അപ്പൊ അവിടെ സക്കാത്ത് വരുന്നുണ്ട്. കാരണം അവിടെ കച്ചവടം ഉണ്ട്. ഒരാളേന്ന് ഞാൻ
ഒരു റൂമിന്റെ മംഫാത്ത് ഉപകാരം പൈസ കൊടുത്തിട്ട് വിലക്ക് വാങ്ങുന്നു, എന്നിട്ട് മറിച്ച് വിൽക്കുന്നു. അതേസമയം എന്റെ വീട്ടുമുറ്റത്തിൽ ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു വാടക കോട്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഫ്ലാറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ വേറെ വാങ്ങിയതൊന്നുമല്ല, ഞാൻ എന്റെ സ്വന്തം പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ കിട്ടിയ വാടകയായ പൈസക്ക് ചിലപ്പോൾ സക്കാത്ത് വരുന്നല്ലാതെ വാടകന്റെ പേരിൽ സക്കാത്ത്. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർക്ക് സക്കാത്ത്. അതായത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, കുറെ ആളുകൾ എന്നെ സ്ഥലം ഇങ്ങനെ വാങ്ങുമ്പോൾ തന്നെ എനിക്ക് മറിച്ച് വിൽക്കണം എന്ന് ഉദ്ദേശമുണ്ട്, അവിടെ സക്കാത്തുള്ളൂട്ടാണ്. അതേസമയം എനിക്ക് എന്റെ ഉപ്പാന്റെ സ്ഥലം അനന്തരാവകാശമായിട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന് വിൽക്കാൻ വെക്കാം. അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു, ലാൻഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്റെ ഉപ്പാന്റെ എനിക്ക് അനന്തരാവകാശമായിട്ട്, അല്ലെങ്കിൽ എന്റെ തിരിയോളൊപ്പം എനിക്ക് സ്ത്രീധനായിട്ടൊരു സ്ഥലം തന്നിരുന്നു, അത് വിൽക്കാൻ വെച്ചു. അവിടെ സക്കാത്തില്ല. കാരണം നമ്മൾ വേറെ ആളെന്ന് വാങ്ങിയതല്ല, ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ഫ്രീ ആയിട്ട് കിട്ടിയ സാധനം വിൽക്കാൻ വെച്ചു, 1 വർഷക്കാലം വിൽക്കാൻ വേണ്ടി വെച്ചിട്ട് അങ്ങനെ തന്നെ കിടന്നു, സക്കാത്തില്ല. അതേസമയം പിന്നെ റിയൽ എസ്റ്റേറ്റുകാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ല, അവര് വേറെ ഒരു തന്നെ വാങ്ങിയിട്ട് വാങ്ങുമ്പോൾ തന്നെ മറിച്ചു വിൽക്കണം എന്നുള്ള ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ വാങ്ങിയ സാധനം 1 വർഷക്കാലം വിൽക്കാതെ കിടന്നു. അങ്ങനെയാണെങ്കിൽ വർഷം തികയുമ്പോൾ അയാൾ അതിന് എന്ത് വില കിട്ടിയിട്ട് വിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ആ വിലയുടെ 2% സക്കാത്ത് കൊടുക്കും. അപ്പൊ റിയൽ എസ്റ്റേറ്റുകാർക്ക് വലിയ സക്കാത്ത് വരും. അതേപോലെ തന്നെ നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ കിട്ടുന്നത്, അവിടെയുള്ള മാർക്കറ്റ് റേറ്റ് ആകും നോക്കുന്നത്. ഹോൾസെയിൽ റേറ്റും അല്ല, നമുക്ക് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്ന റേറ്റും അല്ല. അവിടെ ആ സ്ഥലത്തിന് വർഷം തികയുന്ന അന്ന് എന്ത് വില ഉണ്ട് എന്നാ നോക്കും. മാർക്കറ്റ് റേറ്റ് ആണ് നമ്മൾ പറയുക. 1000 രൂപ എല്ലാ സാധനവും അങ്ങനെ തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിസാബ് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിയുടെ വില, അതുണ്ടെങ്കിൽ സക്കാത്ത്. അപ്പൊ റിയൽ എസ്റ്റേറ്റുകാർക്ക് സക്കാത്ത് ഉണ്ടാവും, വലിയ വലിയ മരക്കച്ചവടക്കാർക്ക് സക്കാത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകാർ, അതേപോലെ തന്നെ ഡ്രസ്സിന്റെ ഷോപ്പുകാർ, പലചരക്കാർ, അവർക്കെല്ലാം 595 ഗ്രാം വെള്ളിയുടെ വിലയേക്കാൾ കൂടുതൽ സാധനം ഷോപ്പിൽ ഉണ്ടാവും. നിർബന്ധമായിട്ടും അവർ സക്കാത്ത്. അപ്പൊ അതൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ പലർക്കും കൊടുത്തിട്ടുണ്ടാവും പൈസ, ഷോപ്പിൽ കൊടുത്തതുണ്ടാവും, അങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ സക്കാത്ത് വേണ്ടി വരും. നമ്മൾ വേറെ ഒരാൾക്ക് കൊടുത്തത് അത് ചിലപ്പോ കടായിട്ട് കൊടുത്തതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറിയടക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും. അതെല്ലാം നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ, ഇപ്പൊ ബാങ്കിൽ എന്തായാലും കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ കൊടുത്ത തന്നെ 595 ഗ്രാം വെള്ളിയുടെ വില വേണം കേട്ടാ, ഏകദേശം 2 ലക്ഷത്തിനേക്കാൾ മേലെ വേണം. അങ്ങനെയാണെങ്കിൽ ആ പൈസ നമ്മുടെ ഉടമസ്ഥതയിൽ എത്തിയതിനു ശേഷം 1 വർഷം കഴിയുമ്പോൾ നമ്മൾ 2% സക്കാത്ത് കൊടുക്കണം. അത് നമ്മളെ കയ്യിൽ ബിൽക്കിൽ കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ കിട്ടിയിട്ടൊന്നുമില്ല, കിട്ടുന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ 10 കൊല്ലക്കാലം വേറെ ഒരാളെ കയ്യിൽ കിടന്നു, എന്നാലും അയാൾ ഏത് സമയം ചോദിച്ചാൽ തരുമെന്ന് നിരക്കാം. എന്നാൽ 10 കൊല്ലക്കാലം നമ്മൾ സക്കാത്ത് കൊടുക്കണം. അയാൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അയാൾ ചെലവാക്കി പോയിട്ടുണ്ടാവില്ല. അതേസമയം കിട്ടുന്ന പ്രതീക്ഷ ഇല്ലാതെ പോയി. ഇപ്പൊ ചിലരെല്ലാം പണ്ടെപ്പോഴും കടമായി പോയതാണ്, അയാളെ ഇപ്പൊ അഡ്രസ് ഒന്നുമില്ല, കിട്ടുന്ന പ്രതീക്ഷ ഒന്നുമില്ല. എന്നാൽ ഇപ്പൊ അതിനെ പറ്റി സക്കാത്തിനെ പറ്റി ആലോചിക്കണ്ട. ഏതെങ്കിലും കാലത്ത് കിട്ടിപ്പോയാൽ മുമ്പുള്ള എല്ലാ വർഷത്തെയും സക്കാത്ത് കണക്കാക്കിയിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പൊ 2 ലക്ഷം രൂപ നമ്മളെ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് 10 കൊല്ലക്കാലം അയാളെ അഡ്രസ് ചെയ്യില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ നമുക്ക് ആ പൈസ കൊടുത്തു വന്നു. എന്നാൽ 10 കൊല്ലത്തെ സക്കാത്ത് കൂട്ടി കൊടുക്കേണ്ടി വരും. 2 ലക്ഷത്തിന് 10 കൊല്ലത്തെ സക്കാത്തിന് 50,000 സക്കാത്ത് കൊടുക്കണം. ബാക്കി 1 രൂപയെ നമുക്ക് കിട്ടുള്ളൂ. അവിടെ ബുഗയിൽ പറഞ്ഞു, ചിലപ്പോ അങ്ങനെ കുറെ കൊല്ലം മുമ്പേ വാങ്ങിക്കൊണ്ടുപോയ കടത്തിന്റെ സക്കാത്ത് നമ്മൾ എല്ലാം കൂടി തിരിച്ചു കിട്ടിയിട്ട് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ജുല്ലും കുല്ലും സക്കാത്തായിട്ട് പോകും. ചിലപ്പോ നമ്മളെ പോക്കറ്റും സക്കാത്ത് വേറെ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരെ ഉണ്ടാവാം. അവൻ തരാത്ത കൊണ്ടല്ല സക്കാത്ത് കൊടുക്കാത്ത. തന്നപ്പോ ആ സക്കാത്ത് വെച്ചുകൊണ്ട് ഈ തരുന്നു അത് പലിശയാണ്. അവിടെ പിന്നെ വേറൊരു ഐഡിയ ചില ആളുകളെ കാട്ടലുണ്ട്. എന്താ, നമുക്ക് ഒരാള് പൈസ കടം തരാനില്ല, നമ്മളാണെങ്കിലോ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്. നമ്മൾ വിചാരിച്ചു ആ പയ്യൻ ഏതായാലും പൈസ തരുന്നില്ലല്ലോ, ഇനി ആ തരാനുള്ളതിനെ മുന്നിൽ സക്കാത്താക്കി മാറ്റാം. ജാൽത്ത് മാലയ്ക്ക് സക്കാത്ത്. എനിക്കൊരു ഷോപ്പുണ്ട്, ആ ഷോപ്പിന്റെ ഒരു 10,000 സക്കാത്ത് കൊടുക്കാനാണ്. അപ്പൊ ഒരുത്തൻ എനിക്ക് 10,000 കടം തരാനുണ്ട്. ഓൻ ഏതായാലും കടം ചോദിച്ചാൽ തിരിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഓൻ സക്കാത്തിന് അവകാശമല്ലേ, ആ 10,000 ഓൻ തന്നെ വെച്ചോട്ടെ, അത് ഞാൻ സക്കാത്തിനുള്ള കരുതിയിട്ട് എന്ത് ചെയ്യാം, നീയത്താക്കാം. അങ്ങനെ പറ്റൂല. അങ്ങനെ പറ്റണമെങ്കിൽ അയാളെന്നത് ഞാൻ വാങ്ങണം, വാങ്ങിയിട്ട് നീയത്ത് ചെയ്തിട്ട് രണ്ടാമത് തിരിച്ചു കൊടുക്കണം.
അല്ലാതെ ഞമ്മക്കൊരാൾ ബാധ്യത തരാനുണ്ട് വിചാരിച്ചിട്ട് അതിനിപ്പോ സക്കാത്തിന്റെ വകയിലേക്ക് മാറ്റിയേക്കാൻ വേണ്ടി പറയാം, അങ്ങനെ വെക്കാൻ പറ്റില്ല. നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും നിയത്ത് ചെയ്തിട്ട് കൊടുത്താൽ സക്കാത്ത് കൊടുക്കും. നമ്മൾ ഓട്ടുന്ന വണ്ടികൾക്കും സക്കാത്തില്ല, നമ്മൾ റെന്റിന് കൊടുക്കുന്ന വണ്ടികൾക്കും സക്കാത്തില്ല. ഞാൻ പറഞ്ഞല്ലോ റെന്റുകൾക്കൊന്നും സക്കാത്തില്ല. റെന്റിന് സക്കാത്ത് വരണമെങ്കിൽ മേൽവാടകയാണ്. അതായത് നമ്മൾ വേറെ ഒരാളെ ഒന്ന് വാടകയ്ക്ക് എടുത്തിട്ട് അത് നമ്മൾ മറിച്ച് വാടക കൊടുക്കണം. വലിയൊരു ഫ്ലാറ്റ് നമ്മൾ വാടകയ്ക്ക് എടുത്തു, അതിൽ ഓരോ സിംഗിൾ റൂം നമ്മൾ മറിച്ച് വാടക കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ വർഷം തികയുന്ന അന്ന് ആ റൂമുകൾക്കെല്ലാം എത്ര വാടക കിട്ടും നോക്കിയിട്ട് ആ കിട്ടുന്ന വാടകയുടെ 2% സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഈ കുറിക്കിടക്കുന്നതിന്റെ സക്കാത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ. കുറിക്കിടക്കുന്ന ആളുകൾ, കുറിയുണ്ടല്ലോ നറുക്കിലേക്ക് അടച്ചടച്ച് നമുക്ക് നേരത്തെ നറുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ട് നമ്മളത് ചെലവാക്കി പോയാൽ പിന്നെ നമ്മൾ കടം വീട്ടുന്നവരാണ്. അവിടെ നമ്മളെ ബാലൻസ് ഒന്നുമില്ല അല്ലെ. കുറി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നറുക്ക് എന്ന് പറഞ്ഞാല് കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു, പൈസ എന്ത് ചെയ്യുന്നു, പിന്നെ മറ്റുള്ളവർക്ക് കടായിട്ട് കൊടുക്കുക. അതോ 10 ആളുള്ള കുറിയാണെങ്കിൽ ഒരു മാസം ഞാൻ ഒരാൾക്ക് കടായിട്ട് കൊടുക്കുന്നു, അടുത്ത മാസം വേറൊരാൾ കടായിട്ട് കൊടുക്കുന്നു. ഇതാണ് കുറി എന്നുള്ള പരിപാടി. ഞമ്മക്ക് നേരത്തെ കുറി അടച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളത് തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ കടം കൊടുക്കല്ല, നമ്മൾ കടം വീട്ടുക. വീട്ടുന്ന കടങ്ങൾക്കൊന്നും സക്കാത്തില്ല. അതേസമയം നമ്മൾ അവിടെ കുറി അടക്കുക, നമുക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കുറി അടിച്ചിട്ട് 20,000 രൂപന്റെ കുറി അടിച്ചോ, 10 മാസം അടച്ചാൽ എത്രയായി? 2 ലക്ഷം റുപ്യ ആയല്ലോ. അപ്പൊ 595 ഗ്രാം വെള്ളിയുടെ വില ആയല്ലോ. അപ്പോ 10 മാസം കഴിയുമ്പോഴത്തേക്കും നിസാബെത്തി, നിസാബ് ഞാൻ മിനിമം സംഖ്യ എത്തി. അത് 1 വർഷക്കാലം നമ്മൾ ഉടമസ്ഥതയിൽ വേണം. അപ്പോ 10 മാസം കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 12 മാസം നമുക്ക് കുറി അടിച്ചിട്ടേ ഇല്ല, അവിടെ തന്നെ അത് തുടർന്നു. അങ്ങനെയാണെങ്കിൽ ആ അടുത്തതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. 10 മാസം കഴിയുമ്പോഴത്തേക്കും എത്ര? 2 ലക്ഷം റുപ്യ ആയി. 2 ലക്ഷം റുപ്യ ആയിട്ട് ആ 2 ലക്ഷം റുപ്യക്ക് 1 വർഷം തികയുന്നത് പിന്നെ ഒരു 12 മാസം വരുമ്പോഴാണ്. അപ്പൊ കുറി എത്ര മാസം നിൽക്കണം? 22 മാസം ചുരുങ്ങി നിൽക്കണം. അത് 20,000 രൂപന്റെ കുറിയാ പറഞ്ഞത്. 10 റുപ്യന്റെ കുറിയാണെങ്കിൽ 2 ലക്ഷം റുപ്യ തികയണമെങ്കിൽ തന്നെ 20 മാസം വേണം. അങ്ങനത്തെ നീണ്ട കുറികളൊന്നും പൊതുവെ ഉണ്ടാവില്ല. കുറി അടിച്ചിട്ട് നിസാബെത്തണം, അതായത് മിനിമം സംഖ്യ എത്തണം. എത്തിയതിന് ശേഷം 1 വർഷക്കാലം നമ്മുടെ ഉടമസ്ഥതയിൽ അവിടെ കിടക്കണം. അതിങ്ങോട്ട് കിട്ടരുത്. കിട്ടാതെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ 2 ലക്ഷം റുപ്യന്റെ സക്കാത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ പിറ്റേന്ന് മാസം ഒരു 10,000 രൂപ 20,000 രൂപ അടച്ചിരുന്നല്ല. ഇപ്പൊ 10 മാസം അടച്ചിട്ട് 11-ാം മാസം ഒരു 20,000 രൂപ അടച്ചിട്ടില്ലേ? അതിന് 1 വർഷം തികയുന്നപ്പോഴാണ് 23-ാമത്തെ മാസത്തിലാണ്. ആ 20,000 രൂപയുടെ 2% 23-ാമത്തെ മാസത്തിലാണ് അടക്കേണ്ടത് സക്കാത്ത്. പിന്നെ 24-ാം മാസം പിന്നെ 2,000 രൂപ 20,000 രൂപ അടച്ചതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചില ആളുകളൊക്കെ ചിലപ്പോ ഉണ്ടോ, അവർക്ക് എല്ലാ മാസം 10,000 രൂപ അക്കൗണ്ടിലേക്ക് വീഴുന്നത്, അത് തീരെ അവർ എടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ടിലേക്ക് വീണത് 595 ഗ്രാം വെള്ളിയുടെ വില ഏകദേശം ഒരു 2 ലക്ഷം റുപ്യ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാതെ അവിടെ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ 1 വർഷം തികയുമ്പോൾ ആ 2 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കണം. അടുത്ത മാസം വരുമ്പോൾ പിന്നെ ഒരു 10,000 റുപ്യക്ക് 1 വർഷം തികഞ്ഞല്ലോ, അതിന് 2% കൊടുക്കണം. അങ്ങനെ ഓരോ മാസവും സക്കാത്ത് കൊടുക്കേണ്ടവർ ചിലപ്പോൾ ഉണ്ടാവാം. അതിനുള്ള നമ്മളെ ഫിഖിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് സക്കാത്ത് കൊടുക്കാം. ഇപ്പൊ മുഹറം 1-ന് സക്കാത്ത് കൊടുക്കേണ്ടവൻ മുഹറം 1-ആവാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല. അവനിക്ക് ഇപ്പം എന്ത് ചെയ്യാം? സക്കാത്ത് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. സക്കാത്തിനെ പറ്റി പറയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നിലവിൽ നമ്മൾ അതുമായി ബന്ധപ്പെടുന്നവരാണെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.